you for the next 3 minutes till the organizers would sort out something. Just to let you know that Dr. C.D. Savdan is very unique for many reasons. One of them is that he's very, very experienced as per his more than 35 years of experience in the government sector, Indian Institute of Medicine. But more importantly, his methods are very easy to follow. He doesn't use very special formulations. He can be easily described as a great physician who has extreme simplicity in his treatment protocols. In fact, his personality of simplicity and humility is easily reflected in the prescriptions he makes. And you will realize how very seemingly incurable ailments in the Western medicine are so easily managed by the protocols he is adopting. So you will find many situations in his speech where you can say uncommon indications with common medicines. And next 2 hours that is being entrusted to him, you will realize different domains of the subfertility or infertility, as we may call it, challenges that we face in the society, and how easily anyone without any major traditional background in the science or without any major support of pharmacy infrastructure can easily plan the treatment protocols and implement it with success. So what you are going to get now is nearly, I would say, 35 to 40 years of his experience in a very capsule form for easy implementation for you. I think as soon as the organizer is ready, everything is ready here, we will start the proceedings. And I have requested Sahadevan sir time and again that let him take it as a very home ground feeling. He doesn't have the pressure like I would have tomorrow to present before you. So he is being requested to be as informal and as easy with the presentation. So you can expect a lot of rich experience in a very informal manner, and you'll be definitely benefited by the same. എല്ലാവർക്കും പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയംഗമായ പ്രഭാതവന്ദനം. ആദ്യമായി ഈ യോഗത്തിലേക്ക് എന്നെ വിളിച്ച ഈ സംഘാടകരോടും പ്രിയപ്പെട്ട എൻ്റെ സഹ വിദ്യാർത്ഥികളും ഡോക്ടേഴ്സുമായ എല്ലാവരോടും ഞാൻ അഗൈതമായ നന്ദി പ്രകാശിപ്പിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ദുരിതപൂർണമായ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഡിസ്പെൻസറികളിലും ഓരോ ഹോസ്പിറ്റലുകളിലെല്ലാം അനേക തരത്തിലുള്ള രോഗങ്ങൾ വന്നു പോകുന്നു. എൻ്റെ ജീവിതത്തിൽ ഏകദേശം ഒരു 10-15 വർഷത്തോളമായി ഇൻഫെർട്ടിലിറ്റിയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും എൻ്റെ മുറിയിൽ പല രോഗികളുടെയും കണ്ണീര് ഒഴിയാത്ത ദിവസങ്ങളില്ല. ഒരു ദിവസം വരുന്ന അനേകം സങ്കീർണമായ ഇൻഫെർട്ടിലിറ്റിയിൽ അനേകം തരത്തിലുള്ള ഡിസീസുകളായിട്ട് വരുന്ന രോഗികൾ ദിനം പ്രതി കണ്ടുവരുമ്പോൾ, ഇത് അടുത്ത തലമുറകളിലേക്ക് ഒരു പ്രചോദനം കിട്ടത്തക്ക രീതിയിൽ എനിക്കുണ്ടായ അനുഭവങ്ങളെ വിവരിക്കുകയും ഓരോ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്സിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ഉത്ബോധരാക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെൻ്റെ കടമ. ഞാൻ കൂടുതൽ ആമുഖ പ്രസംഗത്തിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം നമുക്ക് ഇതിൻ്റെ ഒരുപാട് മേഖലയിലേക്ക് കടന്ന് ചിന്തിക്കാൻ നമുക്ക് ഉണ്ട്. ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് ഏറ്റവും പ്രധാനം 2ആയിട്ട് തിരിക്കണം. അത് നിങ്ങൾക്കറിയാം, മെയിൽ ഇൻഫെർട്ടിലിറ്റി, ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി. മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ചികിത്സ വളരെ എളുപ്പമാണെങ്കിൽ ഫീമെയിലിൽ അതീവ സങ്കീർണമാണ്. ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കാം, പ്രിയപ്പെട്ടവരെ, വെജൈന മുതൽ, സെർവിക്സ് മുതൽ, എൻഡോമെട്രിയം മുതൽ, ഫെലോപ്പിയൻ ട്യൂബ് മുതൽ, ഓവറി മുതൽ, അങ്ങനെ ഗർഭാശയ ഭിത്തികളിലേക്ക് കിടക്കുന്ന എല്ലാ അവസ്ഥകളും തരണം ചെയ്തു പോകേണ്ട, നമുക്ക് വളരെ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട ഒരുപാട്
ഘട്ടങ്ങളുണ്ട്. ഇത് പറയുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഒരു ആമുഖമായിട്ടൊരു ചെറിയ കാര്യം നിങ്ങളെ ബോധ്യമാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇൻഫെർട്ടിലിറ്റിയിൽ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു 3 പ്രതലങ്ങളുണ്ട്. ഒന്ന്, ഒരു ഋതുമതിയായിരിക്കുന്ന ഒരു സ്ത്രീയിലേക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ആദ്യമേ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് അവരും പഠിക്കുന്ന ഭാഗങ്ങൾ തന്നെ നിങ്ങൾക്കത് അറിവുള്ള കാര്യമാണ്. ഞാൻ അതിനകത്തേക്ക് ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല, കാരണം അനാട്ടമിയും ഫിസിയോളജിയും എല്ലാം എടുക്കാൻ അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ശ്ലാഘനീയമായ ഒരു കാര്യം, ഒരു സബ്ജക്റ്റിൽ തന്നെ 3 പേരാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അത് തന്നെ നല്ലൊരു പ്രവൃത്തിയാണ്. ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളും അനുഭവയോഗ്യമാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്ദേഹമില്ല. ഓരോ ക്ലാസ് അനാട്ടമി ഫിസിയോളജി എല്ലാം എടുക്കുന്നുണ്ട്. ഡോക്ടർ വഹീദ നിങ്ങൾക്ക് ഇൻഫെർട്ടിലിറ്റിയുടെ മറ്റ് പ്രതലത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആമുഖമായിട്ട് ഇതിന് കാരണമായിട്ടുള്ള ചില വസ്തുക്കൾ ആദ്യമേ ബോധ്യപ്പെടുത്തുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ അവസ്ഥ, പിറ്റ്യൂട്ടറിയുടെ പ്രവർത്തന ഫലമായിട്ട് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ടാകുന്നു. ഫലഫലമായിട്ട് നമുക്കറിയാം ഈസ്ട്രജൻ വർദ്ധിക്കുന്നു. അതേസമയത്ത് എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച അവിടെ ആരംഭിക്കുന്നു. അങ്ങനെ എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച ഒരു പ്രതലം വരെ എത്തിക്കഴിയുമ്പോൾ പിടിയുന്ന FSHൻ്റെ പിടിയെന്നുള്ളൊരു താഴ്ച, ഈസ്ട്രജൻ്റെ പിടിയെന്നുള്ള താഴ്ച ഉണ്ടാകുന്നു. ലൂട്ടിനീസ് ഹോർമോൺ എന്നുള്ള പ്രത്യേക മറ്റൊരു ഹോർമോൺ ഉടനെ തന്നെ ഉത്ഭവിക്കുന്നു. അതിൻ്റെ പ്രവർത്തന ഫലമായി ഫോളിക്കിൾസ് റപ്ചറാകുന്നു. ഫോളിക്കിൾസ് റപ്ചറായി കഴിയുമ്പോൾ അത് ഫിംബ്രിയ എന്നുള്ള നമ്മളെ സക്ക് ചെയ്തെടുക്കുന്നു. അത് ട്യൂബിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് തന്നെ ഗർഭാശയ സമൃദ്ധമായ ബീജം ഫലോപ്പിയൻ ട്യൂബ് വഴി വന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. തിരിച്ച് 3-4 ദിവസത്തെ പ്രക്രിയയ്ക്ക് ശേഷം അത് ഗർഭാശയ ഭിത്തിയിൽ ഇംപ്ലാന്റേഷൻ ചെയ്യുന്നു. അങ്ങനെ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു ഗർഭാവസ്ഥ സംജാതമാകുന്നു. ഈ അവസ്ഥകൾ താങ്ങിപ്പോകണമെങ്കിൽ നമുക്ക് അനേക തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അനേക തരത്തിലുള്ള ഡിസീസുകളിൽ നിന്ന് പുതുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അനേക തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ഈ ഫെർട്ടിലൈസേഷൻ നമുക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം. സെക്കൻഡ് സ്ലൈഡ് ഒന്ന് ഇടുക ഡോക്ടറെ. സെക്കൻഡ് സ്ലൈഡ് ഫെർട്ടിലൈസേഷനാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പാകത്തിന് ഒരു സ്ലൈഡ് റെഡിയാക്കിയിരിക്കുകയാണ്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം ഫിംബ്രിയ, നല്ല ഓവം, അവിടുന്ന് ഫിംബ്രിയ വലിച്ചെടുക്കുന്ന ഭാഗവും അതെല്ലാം നമുക്ക് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് സീലിയയുടെ ചലനത്തോടു കൂടി നമ്മൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. അതിനുശേഷം അത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന കാണാം. അതിനുശേഷം ഇംപ്ലാന്റേഷൻ വരെയുള്ള അവസ്ഥകൾ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. സീലിയ ചലിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് ഇവിടെ. ഫോളിക്കിൾസ് റപ്ചർ ആകുന്ന ഭാഗം കാണിക്കുന്നു. ഫിംബ്രിയ അതിന് സക്ക് ചെയ്യുന്ന ഭാഗമാണ് എടുത്തത്. പുരോഗത്തെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വലിച്ചെടുക്കുന്ന ഭാഗമാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. ഇത്രയും പ്രധാനപ്പെട്ട ഘടകങ്ങൾ കഴിഞ്ഞാണ് ഒരു ഫെർട്ടിലൈസേഷൻ സംജാതമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് 5-ാമത്തെ സ്ലൈഡ് ഇട്ടേ ഡോക്ടറെ. 5 ഇതിൽ ഫീമെയിലിൻ്റെ ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് ആദ്യമായിട്ട് കിടക്കേണ്ടത് വെജൈനിൽ സംഭവിക്കുന്ന രോഗങ്ങളും അതിൻ്റെ ചികിത്സയുമാണ്. ഇതിന് മുമ്പായിട്ട് ഈ രോഗികളെല്ലാം വരുമ്പോൾ തന്നെ
നമുക്ക് ഒരു ഫ്രഷ് കേസാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻവെസ്റ്റിഗേഷൻ അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് അത്യാവശ്യമായിട്ടൊരു യൂറിൻ ഇൻവെസ്റ്റിഗേഷൻ അത്യാവശ്യമായിട്ട് വരും. ഒരു യൂറിൻ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അതിൽ നമുക്ക് പലപ്പോഴും കാണാം ട്രൈക്കോമോണാസ് വെജൈനിറ്റിസ്, ക്ലെപ്സിയല്ല, സ്യൂഡോമോണാസ് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന വെജൈനയിൽ ഒരുപാട് തരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരുപാട് തരത്തിലുള്ള ഡിസീസുകൾ, ഇറോഷൻസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വെജൈനിൽ സംഭവിക്കുന്ന ഏറ്റവും എക്സാമിനേഷൻ, മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷൻ എസെൻഷ്യലാണ്. വളരെ അത്യാവശ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരുമ്പം പ്രിയപ്പെട്ടവർ, ഞാൻ ആദ്യം പറയുകയാണ്, ഒരു ഇൻഫെക്ഷനിൽ കൊടുക്കാവുന്ന ഡ്രഗ്സിൻ്റെ സെലക്ഷൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡ്രഗ് സെലക്ഷൻ. ഇതിൽ ക്ലെപ്സിയല പോലെയുള്ള അല്ലെങ്കിൽ ട്രൈക്കോമോണസ് വെജൈനിറ്റിസ് പോലെയുള്ള ഡിസീസുകളിൽ തീരെ മൈൽഡായിട്ടുള്ള മെഡിസിൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്യൂഡോമോണസ് പോലെയുള്ള ഇൻഫെക്ഷനിൽ അത് ഒരു ഹൈ ഇൻഫെക്ഷനാണ്, ബ്ലഡിലേക്ക് കടന്നു പോകാം, മാരകമായ യുറേമിയ അങ്ങനത്തെ ചില രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്, ബ്ലഡിൽ പ്രോട്ടീൻ ലോസ് സംഭവിക്കാം, മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥാവിശേഷമാണ് സ്യൂഡോമോണസിൻ്റെ ഇൻഫെക്ഷൻ. ഇതിനെല്ലാം പരിഹരിക്കാൻ നമുക്ക് ആയുർവേദത്തിലൂടെ സാധിക്കുമോ? അനേകം ആൻറ്റിബയോട്ടിക്സ് പോലും കൊടുത്തിട്ട് ഗുണമാകാതെ ഈ ട്രൈക്കോമോണസ് വെജൈനിറ്റിസും അല്ലെങ്കിൽ മറ്റുള്ള ഇൻഫെക്ഷൻ, ക്ലെപ്സിയല പോലുള്ള ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് അലോപ്പതി ഡ്രഗ്സ് ഇൻഫെക്ഷന് വേണ്ടിയിട്ട് അവർ കൊടുക്കും. ഇച്ചിങ്, സിവിയർ ഇച്ചിങ് ചില കേസുകൾ കാണാം. സിവിയർ ഇച്ചിങ്ങിൻ്റെ കാരണം ഭൂരിഭാഗവും ട്രൈക്കോമോണസ് വെജൈനിറ്റിസ് ആയിരിക്കും. ഈ വെജൈനിറ്റിസിൽ നമുക്ക് കൊടുക്കാവുന്ന, നമ്മുടെ ശാസ്ത്രത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഡ്രഗ്സിനെ കുറിച്ച് ആദ്യമേ പരിശോധിക്കാം. ഈ വെജൈനിറ്റിസിൽ ഏറ്റവും നമുക്ക് കൊടുക്കാവുന്ന പുനർനവാദി കഷായമാണ്. അതുപോലെ തന്നെ മറ്റൊരു യോഗമാണ് ഗോക്ഷരാതി ഗുൽഗുലു. ഈ രണ്ട് യോഗം കൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ ചെറിയ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതേസമയത്ത് സ്യൂഡോമോണസ് പോലുള്ള ഹൈ ഇൻഫെക്ഷനിൽ നമുക്ക് ഈ മെഡിസിൻ ഒരിക്കൽ പോലും സ്യൂട്ടബിൾ അല്ല. അങ്ങനെയുള്ള ഇൻഫെക്ഷനിൽ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു യോഗമാണ് പ്രിയപ്പെട്ടവരെ നിർഗുണ്ഡ്യാദി കഷായം. ഈ നിർഗുണ്ഡ്യാദി കഷായത്തിൻ്റെ ഓരോ യോഗങ്ങളും കൃമി ചികിത്സയിൽ പറയുന്ന നിർഗുണ്ഡ്യാദി കഷായത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ നിർഗുണ്ഡ്യാദി കഷായം കൊടുക്കുമ്പോൾ എത്ര ഹൈ ഇൻഫെക്ഷൻ ആണെങ്കിൽ തന്നെയും പ്രിയപ്പെട്ടവരെ മറ്റ് അനേക തരത്തിലുള്ള ഇൻഫെക്ഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ യോഗമാണ് നിർഗുണ്ഡ്യാദി കഷായം. ഞാൻ കണ്ടെത്തിയിട്ടുള്ള എൻ്റെ ബയോകെമിസ്ട്രി എല്ലാ പരീക്ഷണങ്ങളും നടത്തി. ഞാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വർണ്ണിക്കാനുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ചികിത്സാക്രമങ്ങൾ കിടക്കുന്നതുകൊണ്ട് ഞാൻ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അനുഭവങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടവയാണ്. അലോപ്പതിയിൽ ഒരു കൾച്ചർ ആൻഡ് സെൻസിറ്റീവ് നടത്തുമ്പം നമുക്ക് കാണാം സിവിയർ സ്യൂഡോമോണസ് ഇൻഫെക്ഷൻ എല്ലാം ശരിക്കും കാണാം. കൾച്ചർ ആൻഡ് സെൻസിറ്റീവിനൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതി കൊടുക്കാം. അതിൽ ഒരു ഹൈ ഇൻഫെക്ഷൻ കാണിച്ച് ഹൈ ആൻറ്റിബയോട്ടിക്സ് കാണിക്കുന്ന സ്ഥലത്ത് പ്രിയപ്പെട്ടവർ, ഞാൻ ഈ നിർഗുണ്ഡ്യാദി കഷായം മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ. പക്ഷേ ഫുഡ് ഹാബിറ്റ്സ് അല്ലെ ഡയറ്റ് റെസ്ട്രിക്ഷൻ എപ്പോഴും ഇതിനകത്ത് കമ്പൽസറിയാണ്. നോൺ വെജിറ്റേറിയൻ ഒരു കാരണവശാലും അലോ ചെയ്യാൻ പാടുള്ളതല്ല. ഈ 3 ഇൻഫെക്ഷനിലും ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആവട്ടെ, 3 അല്ല, ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിലും കൾച്ചർ ആൻഡ് സെൻസിറ്റീവ് നടത്തുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ തന്നെയും നമുക്ക് നോൺ വെജിറ്റേറിയൻ റെക്കമെൻഡബിൾ അല്ല. അത് പൂർണ്ണമായിട്ടും ആഹാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വെള്ളം കൂടുതൽ കുടിച്ചുകൊണ്ട് ഈ പുനർനവാദി കഷായം അതുപോലെ തന്നെ ഗോക്ഷാദി ഗുൽഗുലും കൊടുത്താൽ സാധാരണയുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വെജൈനിലുണ്ടാകുന്ന ഈ ഹൈ ഇൻഫെക്ഷന് ശേഷം നമ്മൾ രണ്ടാമതായിട്ട് കിടക്കുന്ന സെർവിക്സാണ്. നമ്മൾ വെജൈനൽ പോലുള്ള ഈ തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഏത് തരത്തിലുള്ള ഇൻഫെക്ഷനും ആകട്ടെ നിങ്ങൾക്കിതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. രണ്ടാമത് നമ്മൾ കിടക്കുന്നത് സെർവിക്സിലേക്കാണ്. സെർവിക്സിലേക്ക് കിടക്കുമ്പോൾ സെർവിക്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒരേ സമയം ആൽക്കലിയും ഒരേ സമയം അസിഡിറ്റിയും ഉണ്ടാകുന്ന ഒരു ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന. സെർവിക്സിലുണ്ടാകുന്ന അനേക തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആയുർവേദത്തിലുള്ള വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ചിലപ്പോൾ ഹൈലി അസിഡിക്കായിരിക്കും, ചിലപ്പോൾ ഹൈലി ആൽക്കലായിരിക്കും. ഈ അവസ്ഥ സംജാതമാകുന്നത് എപ്പോഴൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ അറിയാം.
ഓവുലേഷൻ സമയത്ത് എപ്പോഴും ഗർഭാശയമുഖം തുറക്കുന്ന സർവീക്സ് തുറക്കുന്ന ആ സമയത്ത് എപ്പോഴും ആ ഏരിയ ഹൈലി ആൽക്കലീനായിരിക്കും. അല്ലാത്ത സമയം ക്ലോസ് ചെയ്ത് പോയാൽ ഹൈലി അസിഡിക്കായിരിക്കും. ഈ രണ്ടവസ്ഥാ വിശേഷങ്ങളും നമ്മൾ പ്രത്യേകമായിട്ട് പരിശോധിക്കണം. അപ്പം യൂറിനിലെ pH വാല്യൂ നിർബന്ധമായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ pH വാല്യൂയിൽ കൂടെ നമുക്ക് അസതിയ ഹൈലി അസിഡിക്കാണോ ഹൈലി ആൽക്കലൈനാണോ തിരിച്ചറിയാൻ സാധിക്കും. ഹൈലി അസിഡിക്കാണെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള ഡ്രഗ്സ് കൊടുക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, മുസ്ലിം എതിരാദി കഷായം പോലുള്ള കഷായങ്ങൾ, അതുപോലെ തന്നെ മഞ്ചിഷ്ടാദി കഷായങ്ങൾ, അതുപോലെ തന്നെ ഗ്ലൂച്ചിയാദി കഷായം ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇങ്ങനെയുള്ള കഷായങ്ങൾ നമുക്ക് വേഗം സെലക്ട് ചെയ്യാം. ഹൈലി ആൽക്കലൈൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അശോകാരിഷ്ടം, ധന്വന്തരാരിഷ്ടം, ഇങ്ങനത്തെ അരിഷ്ടങ്ങളിൽ കൂടെ നമുക്ക് പോകാൻ സാധിക്കും. നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാ യോനി രോഗങ്ങളും ചികിത്സിക്കുമ്പം യോനി വ്യാപത്സ ഭൂയിഷ്ടം ശസിതേ കർമ്മ വാദജിത്ത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. വാദത്തിൻ്റെ പ്രാധാന്യം ഈ ഇത്രയും സെർവിക്സ് മുതൽ ഫിംബ്രിയ വരെയും ഓവറി വരെയും ഉള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഈ ഒരു ഭാഗം ആചാര്യൻ എഴുതി വച്ചിരിക്കുന്നത് വെറുതെയല്ല എന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് സമയത്ത് മനസ്സിലാകും. നഹി വാദാതയോനിയും വനിതാനാം പ്രദൂഷിരി തതോ ജിത്വാ വാദമന്യസ്യ. തതോ ആദ്യമേ തന്നെ വാദത്തെ ജയിച്ചിട്ട് വേണം മറ്റു ദോഷങ്ങളെ ജയിക്കാൻ എന്ന് വ്യക്തമായിട്ട് ആചാര്യൻ നിർദ്ദേശിച്ചിരിക്കുന്നു. പലതരത്തിലും ഈ ഭാഗം ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ വാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകത, ഇപ്പോൾ എല്ലാ ഡിസീസുകളും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡിസീസുകളിലും ഈ വാദത്തിൻ്റെ പ്രാധാന്യം വളരെ അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നഹൈ വാദാതൃതയോനി വനിതാനാം പ്രദൂഷ്യതി. ഈ ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. അതുകൊണ്ടാണ് ആചാര്യൻ എഴുതി വച്ചിരിക്കുന്നത് പായേൽ ബലാതൈലം മിശ്രകം സുകുമാരകം. വളരെ വ്യക്തമായിട്ട് ഹീരോഗ പ്രതിഷേധത്തിൽ പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ആദ്യം തന്നെ വാദത്തെ ജയിക്കാനുള്ള ചികിത്സ എല്ലാത്തിലും വേണം. ഇത് തുടങ്ങുന്നത് ഈ സെർവിക്സ് മുതലുള്ള ഭാഗങ്ങളിലാണ്. അതായത് രൗഷ്യ ദുഷ്ടാർത്ഥോത്ഭവ നിങ്ങളെല്ലാം വായിച്ചു കാണും. അത് സ്നേഹത്തിൻ്റെ ക്ഷയം കൊണ്ടാകുന്ന രൂക്ഷത ഏറ്റവും പ്രധാനമായിട്ട് സംഭവിക്കുന്നത് സെർവിക്സിലാണ്. ഈ സെർവിക്സാണ് പ്രധാനമായിട്ടും ഒരു ബീജത്തെ സമ്പുഷ്ടമായ ബീജത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ എപ്പോഴും സെർവിക്സാണ്. അപ്പോൾ ഹൈലി അസിഡിക് ആണെങ്കിലോ ജാതം സുതം ഹന്തി നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ എത്തുന്നതിന് മുമ്പേ മരിച്ചു പോകും, ശൈലികളെല്ലാം മരിച്ചു പോകും. ഹൈലി അസിഡിക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്വയം അവിടെ വെച്ച് തന്നെ ഡെഡായി പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷം നമുക്ക് ഈ യൂറിൻ ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ഹൈലി അസിഡിക്കാണ് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ചികിത്സ ഗുളിച്ചിയാദി കഷായം പോലുള്ള കഷായങ്ങൾ, മഞ്ചിഷ്ടാദി പോലുള്ള കഷായം, ഞാൻ അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. ഡ്രഗ്സ് നിങ്ങളുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. കാരണം ഏതാണ് ഹൈലി അസിഡിക്, ഏതാണ് ഹൈലി ആൽക്കലൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിയാം. അതുപോലെ ഘൃതങ്ങൾ കൊടുക്കേണ്ട അവസ്ഥ, ഒബേസ് ആവുന്ന അവസ്ഥ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ അവസ്ഥയിൽ നമുക്ക് സെർവിക്സിലുണ്ടാകുന്ന ഇത്രയും ഭാഗങ്ങൾ രൗഷ്യ ദുഷ്ടാർത്ഥോത്ഭവ എന്ന് പറയുന്ന ഈ സ്നേഹത്തിൻ്റെ രൂക്ഷത അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ക്ഷയം കൊണ്ടുണ്ടാകുന്ന രൂക്ഷത അത് കുറയ്ക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് സുകുമാരകൃതം പോലുള്ള കൃതങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. അവിടെ സ്നേഹത്തിൻ്റെ ക്ഷയം ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കാം. ഒരു പീരീഡ് ആകുന്ന ഒരു ക്ഷാമപ്രസവന വചനം നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കുന്ന ഭാഗമല്ലേ ക്ഷാമപ്രസവന. ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് ഒരു ഓവുലേഷൻ ടൈമിലല്ല, ഒരു സ്ത്രീയെ നമുക്ക് ഒരു ഋതുമതിയായിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുമ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ക്ഷാമപ്രസവന വചനം മുഖമൊക്കെ തുടുത്തിരിക്കും. അതാ ഒരു ജനനത്തിന് രൂപം കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ മുഖഭാവങ്ങൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ തന്നെ എനിക്ക് ഇത്രയും വർഷങ്ങളായതുകൊണ്ട് എനിക്ക് കഴിയുന്നതിനെ തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ ഈസ്ട്രജൻ്റെ ക്ഷയം എല്ലാം നമുക്കൊരു ഫേസിൽ കൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അങ്ങനെ സാധിക്കുന്ന അവസ്ഥ മറ്റേ ഡോക്ടർ വഹീദയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരും. അനാട്ടമി ഡോക്ടർ ക്ലാസ് എടുക്കുന്നുണ്ട്, അതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരും. ഞാനതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് രൗഷ്യ ദുഷ്ടാർത്ഥോത്ഭവം വരുന്നതുകൊണ്ട് നമുക്ക് ഈ അവസ്ഥയിൽ നമുക്ക് സുകുമാരകൃതം, അതുപോലെ തന്നെ ഗുളിച്ചിയാദി കഷായം, മഞ്ചിഷ്ടാദി കഷായങ്ങളെല്ലാം കൊടുക്കാം. ഈ അവസ്ഥയിൽ നമുക്ക് സർവീസിലുണ്ടാകുന്ന രോഗങ്ങൾ ഇങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി സർവീസിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഡോക്ടറെ ഒരു അൾട്രാസൗണ്ട് ചെയ്യുമ്പം
നമുക്ക് കാണാം നെബോത്തിൻ സിസ്റ്റ് ഏരിയയിലുണ്ടാകുന്ന നെബോത്തിൻ സിസ്റ്റ് അൾട്രാസൗണ്ട് സോണോഗ്രാഫി മസ്റ്റായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കാൻ മടിക്കരുത്. ആ അൾട്രാസൗണ്ട് സോണോഗ്രാഫി ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ നെബോത്തിൻ സിസ്റ്റുകൾ നമുക്ക് കാണാം. ഈ നെബോത്തിൻ സിസ്റ്റുകളെക്കുറിച്ച് ആയുർവേദത്തിൽ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ആയുർവേദത്തിൽ വ്യക്തമായിട്ട് പറയുന്നൊരു ഭാഗമുണ്ട്. കർണികാം ജനയതിയോനിയും രജോമാർഗ നിരോധിനി. വളരെ വ്യക്തമായിട്ട് പറയുന്ന ഭാഗമാണ്. കർണികകൾ, മാംസാങ്കുരങ്ങൾ, ആ കർണികൾ രജോമാർഗ നിരോധനം, എല്ലാത്തിൻ്റെയും നിരോധനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സെർവിക്സിൻ്റെ ഏരിയ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരവസ്ഥ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് സെർവിക്സ് ഏരിയ ക്ലോസ് ചെയ്തു പോകും. അങ്ങനെ സെർവിക്കൽ ലോസ് ക്ലോസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം വമേൽ സരു നീരജവ യസ്യസ വാമിനി മത. അതായത് ഗർഭത്തെ ഉണ്ടാക്കുന്നൊരു ബീജം അകത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ സെർവിക്കൽ ലോസ് എപ്പോഴും ക്ലോസ്ഡ് എന്നുള്ള അവസ്ഥ മാറിയിരിക്കണം. ക്ലോസ് ആയിരുന്നാൽ ഒരു കാരണവശാലും അകത്തേക്ക് പോയില്ല. അപ്പം എന്ത് ചെയ്യും? വമിക്കും. ഒരു ഗർഭാശയത്തിലേക്ക് കിടക്കുന്ന ബീജം ഗർഭപുഷ്ടി സമർത്ഥമായ ഒരു ബീജത്തെ എന്തു ചെയ്യും? വമിക്കും. അത് ആ വമിക്കുന്നത് ഈ ഏരിയയിലുണ്ടാകുന്ന ഈ രൂക്ഷത കൊണ്ട് സംഭവിക്കുന്നൊരു ഭാഗമാണ്. ഇപ്പം നമ്മുടെ ആചാര്യത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു ഇൻഫെർട്ടിലിറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രമാണ്. ഈ കർണികാം ജനയതിയോനിയും രജോമാർഗ നിരോധിനി എന്നുള്ള ഭാഗം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അങ്ങനെ കർണികളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഏതൊക്കെ ഡ്രഗ്സ് സെലക്ട് ചെയ്യാൻ പറ്റും? ഒരു കർണിക. ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. ഒരു കർണിക വന്നു കഴിഞ്ഞാൽ എല്ലാ അവസ്ഥയിലും ഇത് സംജാതമാകണമെന്നില്ല. എങ്ങനെയാണ് മാംസാങ്കുരങ്ങൾ ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ? ഒന്ന് അർശസ്. ഗുഹ്യ അർശസുകളെക്കുറിച്ച് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ക്രാന്തി മേട്ര പുംസസ്ഥ ബഹാന്തരം എന്ന് പറയുന്നതും അസക്ര അർശാം കുന്മാദീനം സാദാംശ അനിലാധിപി എന്ന് പറയുന്ന ഭാഗം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ പറയുന്ന മാംസാങ്കുരങ്ങൾ. ആയുർവേദത്തിൻ്റെ നിദാനത്തിൽ, അർശോരോഗ നിദാനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു ഭാഗം ധാതൂനാം ചക്ഷോഭയൻ. ഇവിടെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ പറയുന്നു ഇതിൽ ഈ അർശത്തുകൾ രജസിനെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ഒരു ഗർഭത്തെ ഉണ്ടാക്കുന്ന ബീജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല എന്നും വളരെ മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മുടെ ആചാര്യം വ്യക്തമായിട്ട് പറയുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ മാംസാങ്കുരങ്ങളെ നമുക്ക് നശിപ്പിക്കണം. ഈ മാംസാങ്കുരങ്ങളെ നശിപ്പിക്കാൻ പറ്റിയ യോഗം ആയുർവേദത്തിലുണ്ടോ? പ്രിയപ്പെട്ടവർ, നമ്മൾ പഠിക്കുന്നൊരു വലിയ ഭാഗമുണ്ട്. ദേഹേ കുരുത്ത ഗുരു വേറൊരു 6 നാളിൽ. ഈ യോഗം ഏതാണ്? നിമ്പാതി കഷായം. നിമ്പസ്യതോല അമൃതയുക്ക് വരട്ട് മഞ്ഞൾ ഭാഷാപരത്തിലെ പടോല നിധിക്താനം. അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വാദം സ്വമാക്ഷികപുരം. ഇല്ലെങ്കിൽ ആ കഷായത്തിന് ഒരു പ്രസക്തിയുമില്ല. ക്വാദം സമാക്ഷികപുരം പുലരെ കുടിച്ചാൽ ദേഹേ കുരുത്ത ഗുരു വേറൊരു 6 നാളിൽ. യാതൊരു സംശയവുമില്ല. അനേകം രോഗികൾ ഈ രജോമാർഗ നിരോധനങ്ങളായിട്ടും ഇതുപോലെ വമേൽ സരു നീരജോവ യസിത വാമിനീമത എന്നുള്ള അതുപോലെ എപ്പോഴും ഒരു ശാരീരിക ബന്ധം കഴിഞ്ഞാൽ എല്ലാം തന്നെ തിരിച്ചു പോയെന്ന വമിത്വം ഉണ്ടാകുന്ന അനേകം പേരെ നമുക്ക് ഇൻഫെർട്ടിലിറ്റി കാണാൻ സാധിക്കും. അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ഇതിനൊരു പ്രസക്തി കൊടുക്കുന്നില്ല. കാരണം ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ അകത്തേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കിയെല്ലാം തിരിച്ചു പോരും എന്നുള്ളൊരു പ്രവണതയാണ് സൂക്ഷിക്കുന്നെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കർണികൾ ആയുർവേദത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അതിനെ ഉതകുന്ന കഷായം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കണ്ടത് 2 ഭാഗങ്ങൾ. ഒന്ന്, നമുക്ക് ഈ രജോനാശത്തെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മെയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് കൊടുക്കുന്ന കഷായം ചിരുവില്യാതി നിമ്പാതി ചേർത്ത് കൊടുക്കും. ഇതിനുള്ള പ്രത്യേകത ഒരേ സമയത്ത് അണ്ടാശയത്തിൻ്റെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കൂട്ടുകയും ചെയ്യും. അതേസമയത്ത് ബീജത്തിൻ്റെ ക്വാളിറ്റിയും രണ്ടും ഒരേ സമയത്ത് കൂട്ടാൻ മെയിൽ ആൻഡ് ഫീമെയിലിൽ നമുക്ക് ഒന്നിച്ച് കൊടുക്കാവുന്ന ഒരു കഷായയോഗമാണ് പ്രിയപ്പെട്ടവരെ ഞാനീ പറഞ്ഞത്. ഒന്ന് ചിരുവില്യാതി കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം
ഒന്നത് ഹൈപ്പർ കൊളസ്ട്രീമിയെ പരിഹരിക്കും. രണ്ടാമത് നല്ല ക്വാളിറ്റിയുള്ള സ്പേംസ് ഉണ്ടാകും. ഇപ്പുറത്താണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള അണ്ടമുണ്ടാകും. നല്ല ക്വാളിറ്റിയോടുകൂടി ട്യൂബൽ മോട്ടിലിറ്റി കീപ്പ് ചെയ്യും. അത് സെർവിക്സിലെ എറോഷൻസ് മാറ്റാൻ സഹായിക്കുന്ന മറ്റൊരു യോഗം കൂടിയാണ് ഈ പറഞ്ഞ യോഗം. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ച് കറക്റ്റ് ചെയ്യാവുന്ന ഒരു യോഗമാണ്, ഒരു കൂട്ടാണ് ചിരുവില്വാദി നിമ്പാതി. ദേഹേ കുരുത്ത കുരു വേരറും 6 നാളിൽ. നമുക്ക് ഒത്തിരി ദിവസങ്ങളൊന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു 10 ദിവസത്തെ കഷായ സേവ മാത്രം മതി. കൂടുതൽ നമുക്ക് ഈ കഷായം ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം പിന്നീട് വരുന്ന ഓവുലേഷൻ സമയമാണ്. എപ്പോഴും ഈ കഷായോഗം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഏറ്റവും നല്ല പീരീഡ് ടൈം തന്നെയാണ്. ഫീമെയിലാണ് ഈ പീരീഡ് ടൈമിലാണെങ്കിൽ മെയിലിലാണ് ഈ ടൈം നോക്കേണ്ട. എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫീമെയിലിൽ പീരീഡ് സമയത്ത് കൊടുക്കുന്ന ഈ കഷായത്തിൻ്റെ സേവ പിടിയിൽ തന്നെ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള അണ്ടത്തെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ 2-3 ഡിസീസുകൾ നമ്മൾ പ്രധാനപ്പെട്ട ഭാഗമായിട്ട് നമുക്ക് കാണണം. പിന്നെ രണ്ടാമത് അവിടെ കഴിഞ്ഞു നമുക്ക് എൻഡോമെട്രിയത്തിലേക്ക് കിടക്കുകയാണ്. എൻഡോമെട്രിയം, പ്രിയപ്പെട്ട എൻഡോമെട്രിയം എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാവുന്ന എപ്പോഴും ഒരു കുട്ടിക്ക് കിടക്കാനുള്ള ബെഡ് എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിക്കാവുള്ളൂ. അപ്പോൾ ഒരു നല്ല ബെഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി കിടക്കില്ല. അവർക്ക് ചില ദുർവാശികളൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ തന്നെ ദുർവാശി ഉണ്ടാകും. അത് നല്ല ബെഡ് ഒരു എൻഡോമെട്രിയത്തിൻ്റെ നമുക്ക് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം ഈ 3 അവസ്ഥകളും കുറഞ്ഞ് എൻഡോമെട്രിയം ഒരു കുട്ടിക്ക് കിടക്കാനുള്ള ബെഡാണ്. അപ്പോൾ ഈ 1 മില്ലി മില്ലിമീറ്ററിൽ നിന്ന് നമുക്ക് ചുരുങ്ങിയതൊരു 2 സെൻറ്റിമീറ്ററുള്ള ഏറ്റവും ചുരുങ്ങിയ 2 സെൻറ്റിമീറ്റർ അത്രയെങ്കിലും വളർച്ചയുണ്ടെങ്കിൽ ഒരു എൻഡോമെട്രിയം പക്വമാവുകയുള്ളൂ. ഒരു കുട്ടിക്ക് കിടക്കാനുള്ള ബെഡ് എപ്പോഴും നന്നാകുകയുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പല ഡിസീസുകൾ നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫൈബ്രോയിഡുകളാണ്. ഒരു ആൻറ്റീരിയർ വാളിലും പോസ്റ്റീരിയർ വാളിലും ഫണ്ടസിലും ഉണ്ടാകുന്ന ഫൈബ്രോയിഡ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അതെങ്ങനെ വിലയിരുത്തണം? ഫൈബ്രോയിഡ് യൂട്രസുകൾ പലതും നിങ്ങൾ കണ്ടു. അതിൽ സബ്സിറോസിൽ കണ്ടു. സബ്സിറോസിൽ ഏറ്റവും ഒരു ഫൈബ്രോയിഡ് വളർന്നു കഴിഞ്ഞാൽ അത് ക്യാവിറ്റി, അകത്തെ ക്യാവിറ്റി അത് ചെറുതാക്കി കളയും. അങ്ങനെ ഒരു കാരണവശാലും നമുക്ക് ഗർഭധാരണം നടക്കാതെ പോകും. അതേസമയത്ത് ഒരു ആൻറ്റീരിയർ വാളിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫൈബ്രോയിഡ് അധികം പ്രസക്തിയില്ല, എങ്കിലും ചികിത്സിക്കണം. ഈ 2 സബ്സിറോസലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അങ്ങനെ സബ്സിറോസൽ ഫൈബ്രോയിഡ് ആണെങ്കിൽ പ്രിയപ്പെട്ടവർ നമുക്ക് ഏത് തരത്തിൽ ചികിത്സിക്കാൻ പറ്റും? നിങ്ങൾ ചിന്തിക്കണം. ഇതെല്ലാം നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധ്യമാണ്. എപ്പോഴും പീരീഡ്സിൻ്റെ ഒരു 9th ഡേയിൽ ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പം നമുക്ക് ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ടെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും എവിടെയാണ് ഫൈബ്രോയിഡ് ഉള്ളതെന്ന്. ഇതിലേറ്റവും പ്രധാനമായിട്ടാണ് മറ്റുള്ള ഫൈബ്രോയിഡ് ഇതോടനുബന്ധിച്ച് തന്നെ മാറുന്നതാണ്. എങ്കിൽ നമുക്ക് ഈ സബ്സിറോസൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കഷായവും തന്നെ പ്രിയപ്പെട്ടവർ ഈ ഫൈബ്രോയിഡ് യൂട്രസിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറയുന്നത് ഒരു യൂട്രസിൻ്റെ ഡീജനറേറ്റിംഗ് ചേഞ്ചസ് ആണ്. ഡീജനറേഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഡീജനറേഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥാവിശേഷം കൂടെ ഈ ഫൈബ്രോയിഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ ഫൈബ്രോയിഡിനെ ഏറ്റവും കെയർ ചെയ്ത് വേണം ചികിത്സിക്കാൻ. എൻ്റെ ചികിത്സാനുഭവത്തിൽ ഫൈബ്രോയിഡ് യൂട്രസിന് ചികിത്സിച്ചപ്പോൾ ഞാൻ മാറാത്ത ഒരു രോഗികളെയും കണ്ടിട്ടില്ല. ഏറ്റവും രസകരമായ കാര്യം, അതിന് ചികിത്സിക്കേണ്ട മെത്തേഡുകളിൽ നമ്മൾ വരണാതി കഷായം പോലുള്ള കഷായങ്ങൾ, കാഞ്ചനാര ഉൽഗുലു പോലുള്ള യോഗങ്ങൾ കൊടുത്താൽ ഒരു കാരണവശാലും ഈ ഫൈബ്രോയിഡ് ചുരുക്കി കളയാൻ നമുക്ക് സാധിക്കില്ല. പലർക്കും അബദ്ധം പറ്റി ഈ ഡീജനറേഷൻ എന്നുള്ളൊരവസ്ഥ ഒരിക്കൽ പോലും ഓർക്കാതെയാണ് എൻ്റെ ചികിത്സ. അപ്പോൾ ഡീജനറേഷൻ സംഭവിക്കുന്ന അവസ്ഥയിൽ വീണ്ടും കർശന ഔഷധങ്ങൾ കൊടുത്താൽ വീണ്ടും ഡീജനറേഷൻ കൂട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഡീജനറേറ്റിംഗ് ചേഞ്ചസ് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അവിടെയോ നമുക്ക് ലൂബ്രിക്കേറ്റിംഗ് ഏജൻറ്റ്സ് നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ഒരുപാട് ഈ സ്നേഹത്തിൻ്റെ രൂക്ഷത, സ്നേഹത്തിൻ്റെ ക്ഷയം കൊണ്ടുണ്ടാകുന്ന രൂക്ഷത അവിടെയും സംജാതമാകുന്നുണ്ട്. നമുക്ക് പ്രിയപ്പെട്ടവർ അവിടെ സഹജരാതി സേവ്യം പോലുള്ള സേവ്യ തൈലങ്ങൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ ക്ഷീരബല തൈലം. നമ്മുടെ കൺസെപ്റ്റ് മറക്കരുത്, ശസ്യതയ കർമ്മവാദജിത്ത്. ആ കൺസെപ്റ്റ് എപ്പോഴും നമ്മൾ എല്ലാ തരത്തിലുള്ള രോഗികളെ ചികിത്സിക്കുമ്പോഴും ഈ കൺസെപ്റ്റ് ആചാര്യൻ നമുക്ക് നിർദ്ദേശിച്ചുള്ള ഈ കൺസെപ്റ്റ് മറന്നു പോകരുത്. ശസ്യതയ കർമ്മവാദജിത്ത്.
അപ്പോൾ സഹജരാജ സേവ്യം പോലുള്ള മരുന്നിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അമൃത ഗുൽക്കുൽ പോലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മഞ്ചിഷ്ടാദി കഷായം ഉപയോഗിക്കാം. വേഗം തന്നെ ഫൈബ്രോയിഡ് ചുരുങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ഏതവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാം. ഇന്ന അവസ്ഥയില്ല. ഒരു മെനോപോസ് ടൈമിൽ വേണമെങ്കിൽ മെനോപോസ് ടൈമിലുണ്ടാകുന്ന ഫൈബ്രോയിഡും എപ്പോഴും ഡീജനറേറ്റിംഗ് ചേഞ്ചസാണ്. അത് കാലാന്തരത്തിൽ യൂട്രസ് ചുരുങ്ങി അട്രോപിക് ചേഞ്ചസ് ആകുമ്പം കാലാന്തരത്തിൽ അത് മാറിപ്പോകും. എങ്കിലും അമിതമായിട്ടുള്ള രക്തക്കുറവുകൾ സംഭവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവർ, ഈ ഫൈബ്രോയിഡിൻ്റെ പ്രസക്തി ഏറ്റവും വലുതാണ്. എല്ലാ ഫൈബ്രോയിഡിലും ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, HB ലെവല് തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. അങ്ങനെ HB ലെവൽ കുറവാകുന്ന അവസ്ഥയിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ സഹജരായ സേവ്യം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ അയൺ കണ്ടൻസിൻ്റെ റെക്കമെൻഡേഷനും ഇല്ലാതെ നമുക്ക് ഇവരുടെ HB കൂടുന്നത് കാണാം. പിന്നെ സ്ത്രീകളിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു യോഗം കുമാരിയാസമുണ്ട്. അനേക സ്ഥലങ്ങളിൽ കുമാരിയാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശരീരത്തിൽ ഏതവസ്ഥയിലും HB ലെവൽ കുറയുന്ന എവിടെയെല്ലാം അവസ്ഥകൾ സംജാതമാകുന്നു അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ കുമാരിയാസവത്തിൻ്റെ പ്രസക്തി ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ കുമാരിയാസവം അവർണ്ണനീയമാണ്. HB ലെവൽ വേഗം ഇൻക്രീസ് ചെയ്യുന്ന മറ്റൊരു ഡ്രഗ്സ് ആയുർവേദത്തിലില്ല. HB കൂട്ടുന്ന കുമാരി, ഏറ്റവും കൂടുതൽ HB കൂട്ടുന്ന ഒരു യോഗമാണ് കുമാരിയാസവം. അത് വേണേൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ HB ലെവൽ ഒരേ സമയത്ത് കൂട്ടുകയും ചെയ്യും, അതേ സമയത്ത് നമുക്ക് ഫൈബ്രോയിഡുകൾ ചുരുങ്ങിപ്പോവുകയും ചെയ്യും, അവർ ഗർഭധാരണ സമർത്ഥമാവുകയും ചെയ്യും. അപ്പോൾ സഹജരാജ സേവ്യം, അതുപോലെ നിമ്പാതി ചിരുവില്ലാതി കഷായങ്ങൾ. ഈ ചിരുവില്ലാതി കഷായത്തിൽ ഭൂരിഭാഗം ഫൈബ്രോയിഡ് ചുരുങ്ങിപ്പോകുമെന്നുള്ള കാര്യം നിങ്ങൾ എൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനം. അനേകം 300-400 കുട്ടികളായി. ഇപ്പം കുട്ടികളില്ലാതെ വന്നപ്പോൾ ഇത്രയും നാളത്തെ ചികിത്സയിൽ ഏതായാലും 400 കുട്ടികളുടെ പിതാമഹനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയത്. അത്രയും ഇൻഫെർട്ടിലിറ്റി, അത്രയും കപ്പിൾസ്. ഈയിടെ പറ്റിയൊരു വലിയ അബദ്ധം, ഒരു കപ്പിൾസ് വന്നു, അത് കുട്ടികളിൽ 9 വർഷമായി കുട്ടികളില്ല. ഇതാണ് കാരണം, സബ്സിറസൽ ഫൈബ്രോയിഡാണ്. ഞാൻ പറഞ്ഞു ചിരുവില്ലാതി കഷായം, നിമ്പാതി കഷായം ഈ തേൻ ചേർത്ത് തന്നെ കഴിക്കാനും, അതിൽ ഇത് സുകുമാരകൃതം അതിനുശേഷം ഏതാനും ദിവസം അതേ കഷായത്തിൽ ചേർത്ത് കഴിക്കാനും നിർദ്ദേശിച്ചു. പ്രിയപ്പെട്ടവർ, 9 വർഷം കുട്ടികളിൽ നിന്ന് അവർക്ക് ഏകദേശം 1.5 മാസം ചികിത്സയെ വേണ്ടി വന്നുള്ളൂ. 1.5 മാസം കഴിഞ്ഞപ്പോൾ അവർ ഗർഭിണിയായി. അപ്പോൾ അവർ സിംഗപ്പൂരാണ്. അവർ തിരിച്ചു പോയി. അവിടെ ചെന്ന് കഴിയുമ്പം അവർ നേരെ തിരിച്ചു പോന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ കുട്ടികളുടെ സ്കാൻ ചെയ്തപ്പം, അൾട്രാസൗണ്ട് ചെയ്തപ്പം 3 കുട്ടികൾ. അപ്പോൾ അവിടെ ഒരു കുട്ടിക്ക് $1000 വേണം ചികിത്സിക്കണി. അപ്പോൾ അത് സാധ്യമല്ലാത്തതുകൊണ്ട് അവർ തിരിച്ചു പോകും. ഇവിടുന്ന് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് അവരെൻ്റെ അടുത്ത് എടുത്തുകൊണ്ട് വരികയുണ്ടായി. ഈ 3 കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മ പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്, സാറേ ഈ 3 കുഞ്ഞുങ്ങളെയും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം എല്ലാം ഒരുപോലെ, 3 പെൺകുട്ടികളാണ്, എല്ലാം ഒരുപോലെ, യാതൊരുവിധ വ്യത്യാസവുമില്ല, ഒന്നിനെയും തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ 3 കുട്ടികൾ. അപ്പോൾ ഈ നിമ്പാതി കഷായം, ചിരുവില്ലാതി കഷായത്തിൻ്റെ പ്രസക്തി നമ്മളെല്ലാം വെറുതെ തള്ളിക്കളയും. ഇതിന് ഇത്രയും പ്രസക്തിയുണ്ടോ, ഈ കഷായയോഗത്തിനെങ്കിൽ ഇത്രയും പ്രസക്തിയുണ്ടോ എന്ന്. പക്ഷേ നെബോത്തിൻ സിസ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് യൂട്രസ് ഇതുപോലെയുള്ള സിസ്റ്റിക് ഫോർമേഷൻ വരുമ്പോൾ പ്രിയപ്പെട്ടവർ, നിമ്പാതി കഷായം, പുനർനവാതി കഷായം, ഞാനിത് പറഞ്ഞു തരണം എന്തിനാണെന്ന് വെച്ചാൽ, ഇത് ഞാൻ തന്നെ ചികിത്സിച്ചാൽ പോരാ, നമ്മുടെ ശാസ്ത്രം നന്നാവണം. നമ്മുടെ ശാസ്ത്രത്തിലെ ഏറ്റവും വലിയൊരു ശാസ്ത്രമായിട്ട് വളർത്തിയെടുക്കണം. കാരണം പലരും തള്ളിക്കളയുന്ന ഒരു വലിയ ഭാഗമാണ് ആയുർവേദം. പക്ഷേ ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ശാസ്ത്രമാണെന്ന് നിങ്ങളാരും മറന്നുപോകരുത്. എല്ലാവരും ഉറ്റുനോക്കുന്ന ശാസ്ത്രം ആയുർവേദമാണ്. കാരണം ഞാൻ ഒരുപാട് വിദേശ യാത്രകളൊക്കെ ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ ഒത്തിരി വലുതാണ്. വിദേശികൾ പോലും ആയുർവേദത്തെ തിരിഞ്ഞു നോക്കുകയാണെന്ന് അവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. മറ്റൊരു ശാസ്ത്രമില്ല. ഒരു ഓൺകോളജിയിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോവുകയുണ്ടായി. അവരെല്ലാം തിരിഞ്ഞു നോക്കുന്ന ആയുർവേദത്തെയാണ്. ആയുർവേദത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ 3 കുട്ടികളെയും കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ഒരവസ്ഥയിൽ നമുക്ക് നിങ്ങളെല്ലാവരും കൊടുക്കുന്ന വരണാതിയിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സിസ്റ്റുകൾ, ഫൈബ്രോയിഡ് യൂട്രസ്, ഇതിനെല്ലാം ഈ മാംസാങ്കുരങ്ങൾ, പോളിപ്പ് എൻലാർജ്മെൻറ്റ്, സെർവിക്സിലുണ്ടാകുന്ന പോളിപ്സുകൾ, ഇതെല്ലാം ഒരേ രീതിയിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു യോഗമാണ് നമുക്കെപ്പോഴും ചിരുവില്ലാതി നിമ്പാതി കഷായം.
ഇനി നമുക്ക് ഈ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഹോർമോൺസിൻ്റെ പ്രവർത്തന ഫലമായിട്ട്, ടോക്സിൻസിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ഈ എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച നമുക്ക് ക്രമാനുഗതമായിട്ട് വളരാതെ അത് തടസ്സപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഓവറിയിലേക്ക് കിടക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് അത് വർണ്ണിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓവറിയും എൻഡോമെട്രിയം ഏറ്റവും ഇൻ്റർ ആണ്. നമ്മളൊരു ഗർഭാശയ സമ്മർദ്ദം അല്ലെങ്കിൽ ഗർഭാശയത്തിലേക്ക് കിടക്കുമ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ എടുക്കുമ്പോൾ നിരവധി എൻഡോമെട്രിയത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനം അനേക തരത്തിലുള്ള ഒരു എൻഡോമെട്രിയം രൂപം കൊള്ളുമ്പോൾ തന്നെ അനേകം കാപ്പിലറീസ് അവിടെ ഫോം ചെയ്യുന്നത് കാണാം. അങ്ങനെ അനേകം കാപ്പിലറീസ് ഫോം ചെയ്യാതിരിക്കാൻ അനേക തരത്തിലുള്ള ടോക്സിൻസ് ഒരു വലിയ കാരണമാണ്. നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ഹൈപ്പർ കൊളസ്ട്രീമിയ ഒരു വലിയ കാരണമാണ്. നമുക്ക് അത് കടന്നു വരുന്നുണ്ട്, നെക്സ്റ്റ് ടൈമിൽ അത് കടന്നു വരുന്നുണ്ട്. ഹൈപ്പർ കൊളസ്ട്രീമിയ കാരണമാണ്. പിന്നെ രണ്ടാമത് റിക്കറൻ്റ് അബോർഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റിക്കറൻ്റ് അബോർഷൻ. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒന്ന്, നമുക്ക് എൻഡോമെട്രിയത്തിന് തിന്നാണ് എന്നുണ്ടെങ്കിൽ ഇൻ്റർമീഡിയറ്റ് പീരീഡ്സ് വരും. എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പീരീഡ്സ് എക്സ്റ്റെൻഡ് ചെയ്തു പോകും. ഇത് ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് ഈ എൻഡോമെട്രിയം ഒരുപാട് തിക്കായി പോയി, അതേ സമയത്ത് നമുക്ക് ഫോളിക്കിൾസ് ശരിയാവണ്ണം ഡെവലപ്പ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഫോളിക്കിൾസ് യഥാവണ്ണം ഡെവലപ്പ് ചെയ്യുകയും എൻഡോമെട്രിയം വളരാതിരിക്കുകയും ചെയ്യുക. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിൻ്റെ സിൻഡ്രോമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആയുർവേദത്തിലൊരു അവസ്ഥാവിശേഷം മാത്രമാണ്, ഒരു വിഷയമല്ല. കാരണം കഴിഞ്ഞ ആഴ്ചയും കൊണ്ട് ഗർഭിണിയായ ഒരു സ്ത്രീയുണ്ട്, 9 വർഷം കഴിഞ്ഞ് കുട്ടികളില്ല. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിന് അലോപ്പതി ഡിസീസ് തന്നെയാണ് അവർ പലപ്പോഴും എഴുതി ചേർക്കുക. ഞാൻ സിൻഡ്രോമായിട്ട് അത് എടുക്കാറുള്ളൂ, ഒരു അവസ്ഥാവിശേഷമാണ്. ഞാൻ അവരോട് പറഞ്ഞു 1 വർഷത്തെ ചികിത്സ എങ്ങനെയാണെങ്കിലും വേണ്ടി വരും. 1 വർഷം കഴിഞ്ഞു, എല്ലാം കറക്റ്റ് ചെയ്തു. അവർ കഴിഞ്ഞ ആഴ്ച ഗർഭിണിയായി. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഒരിക്കൽ പോലും ഡിസീസായിട്ട് നിങ്ങൾ ചികിത്സിക്കരുത്. അത് കടന്നു വരുന്നു. നമുക്ക് ഓവറിയിലേക്ക് കിടക്കുമ്പോൾ നമുക്കത് വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഉണ്ടാകുന്ന ഈ കാപ്പിലറീസ് ഫോം ചെയ്യാതിരിക്കാൻ അനേക തരത്തിലുള്ള ആൻറ്റിബോഡികൾ പ്രിയപ്പെട്ട ഒരു കാരണമാണ്. ആൻറ്റിസിബേം ആൻറ്റിബോഡി, അതുപോലെ കാർഡിയോലിപ്പിൻ പോസിറ്റീവ് ആവുക. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്കൊരു കാരണവശാലും ഈ എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച തടസ്സപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ചില ആൻറ്റിബോഡികളാണ്. അപ്പോൾ നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ഇതിന് അത്യാവശ്യമാണ്. ഒന്ന് ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിയിരിക്കണം. ഷുഗർ ഒരു കാരണമാണ്. ഷുഗർ കാരണമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച ത്വരിതഗതിയിൽ നടക്കാതെ പോകും, മാന്ദ്യം ഭവിക്കും. കാരണം അത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്, ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് അറിവുള്ളതാണ്. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറയുന്ന അവസ്ഥയിൽ എപ്പോഴും തിന്നായി പോകും. ഒരു കുട്ടിക്ക് കിടക്കാനുള്ള ബെഡ് അവിടെ സംജാതമാകുകയില്ല. അത് തിക്കായി പോകുന്ന അവസ്ഥയിൽ നമുക്ക് കാണാം വളരെ പ്രധാനപ്പെട്ട ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോബ്ലം. നിങ്ങൾക്ക് ഇതിനകത്തൊരു പിക്ചർ കാണാം, മെക്കാൻഡോസ്. നിങ്ങളിത് ഈ രോഗികൾ വരുമ്പം പല കുട്ടികളെയും കൊണ്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് വരുമ്പം ഇതുപോലെ പീരീഡ് കംപ്ലയിൻസ് ആയിട്ടെല്ലാം വരുമ്പം നിങ്ങളൊരു ഭാഗം ശ്രദ്ധിക്കുമോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചും കുട്ടികൾ 10-13 വയസ്സുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ 18 വയസ്സുള്ള പെൺകുട്ടികൾ, ഇവരൊക്കെ നമ്മുടെ ക്ലിനിക്കൽ ചികിത്സയ്ക്കായിട്ട് എത്തും. പ്രിയപ്പെട്ടവർ, ഈ അക്കാന്തോസിസ് എപ്പോഴും ഒരു തൈറോയ്ഡ് ഡിസമിഷനിലുണ്ടാകും. അതുപോലെ കാണാവുന്ന മറ്റൊരവസ്ഥ ഈ എൻഡോമെട്രിയൽ തിക്കനിങ് കൂടുന്ന അവസ്ഥയിൽ കാണാം. ഈ രണ്ടവസ്ഥയിലും നമുക്ക് പ്രിയപ്പെട്ടവർ രസായന ചികിത്സയാണ് ഏറ്റവും നല്ലത്. അതിൽ രസായന ചികിത്സയിൽ ഇങ്ങനെ വരുന്ന കുട്ടികളെല്ലാം ഒബേസായിരിക്കും. അപ്പോൾ വീണ്ടും രസായനം കൊടുത്താൽ ഒബേസാവില്ലേ? പീരീഡ്സ് ഇറഗുലർ സൈക്കിൾസ് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു വലിയ പ്രോബ്ലമായിരിക്കും. ഇറഗുലർ സൈക്കിൾസ് ഇതുമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയുള്ളൊരു ഭാഗമാണ് ഇറഗുലർ സൈക്കിൾസ്. ഈ ഇറഗുലർ സൈക്കിൾസ് കറക്റ്റ് ചെയ്യാൻ പ്രിയപ്പെട്ടതിന് മറ്റൊരു കഷായോഗം വേണ്ട, ദ്രാക്ഷാദി കഷായം മാത്രം മതി. എത്ര പീരീഡ്സ് ഇല്ലാത്ത കുട്ടികളാണെങ്കിലും പീരീഡ്സ് എക്സ്റ്റെൻഡ് ചെയ്തു 10-60 ദിവസമൊക്കെ ആയിട്ടും പീരീഡ്സ് വരുന്നില്ല. നമ്മുടെ ക്ലിനിക്കുകളിൽ എപ്പോഴും വരുന്ന ഒരു ഭാഗമാണ്. ഞാൻ പ്രിയപ്പെട്ടവർ, ഇവർക്കെല്ലാം കൊടുക്കുന്ന ഒരു കഷായമേ ഉള്ളൂ. നിങ്ങൾ ദ്രാക്ഷാദി കഷായം സമതു ചേർത്ത് ഒരു 21 ദിവസം, ഒരു സൈക്കിളാണ്, 21 ദിവസം കൊടുക്കാൻ പറയും. ആ 21 ദിവസത്തിന് മുമ്പ് തന്നെ പീരീഡ്സ് വരും. അങ്ങനെ പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ കഷായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭൂഷണവുമല്ല. കാരണം ഹോർമോൺ ഇംബാലൻസിങ് തീർച്ചയായിട്ടും വരും. അപ്പോൾ അടുത്ത സൈക്കിൾ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം.
അപ്പോൾ അടുത്ത സൈക്കിളിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേ കഷായം. അങ്ങനെ 2-3 സൈക്കിള് ഇതേ കഷായം കൊടുക്കുമ്പം പ്രിയപ്പെട്ട നമുക്ക് ഈ അക്കാന്തോസിസ് മാറുന്നതും കാണാം, കുട്ടികളുടെ പീരീഡ്സ് കറക്റ്റ് ചെയ്യുന്നതും കാണാം. ഇത് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് കിടക്കുമ്പോൾ സെയിം കഷായം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരേ സമയം രസായന ഗുണമുള്ളതാണ്, അതേസമയം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുന്നതാണ്, തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻ കറക്റ്റ് ചെയ്യുന്നതാണ്. അതിനകത്തുള്ള ശാരിബ ഏറ്റവും ശ്രേഷ്ഠമാണ്. ദ്രാക്ഷ, മധുക, ലോത്ര, കാശ്മീരി, ശാരിബ. ഈ ശാരിബയാണ് ഏറ്റവും ആക്ടിങ് ഇൻഗ്രീഡിയൻ്റ് ആ ഒരു യോഗത്തിൽ. അപ്പോൾ നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാം, നല്ല അണ്ടാശയത്തിൽ നല്ല അണ്ടം ഉണ്ടാകാൻ സഹായിക്കും. ഇതുപോലെ എൻഡോമെട്രിയൽ തിക്കനിങ് കുറയ്ക്കാൻ സഹായിക്കും, കൂട്ടാനും സഹായിക്കും. ഒരുപോലെ കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്ന നല്ലൊരു യോഗമാണ് ദ്രാക്ഷാദി. പലരും ഇൻഫെർട്ടിലിറ്റിയിൽ ഒരു കഷായം ഉപയോഗിക്കാറില്ല, പക്ഷേ എൻ്റെ ചികിത്സാനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദ്രാക്ഷാദി കഷായം. അപ്പോൾ ഈ അക്കാന്തോസിസ് മാറി നല്ല രീതിയിൽ നമുക്ക് ഒരു എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച കൃത്യമായിട്ട് കൊണ്ടുവരാം. പിന്നെ മറ്റൊരു എൻഡോമെട്രിയത്തിൻ്റെ വളർച്ചയെ സഹായിക്കാത്ത മറ്റൊരു ഘടകം ഞാൻ പറഞ്ഞു, കാർഡിയോലിപ്പിൻ പോസിറ്റീവ് ആകുന്നത്. അത് സിറം IgM എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോർച്ച് പാനൽസ് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാൻ സാധിക്കും. ഇത് ടോക്സിൻസ് ഉണ്ട്, ബ്ലഡിൽ ടോക്സിൻസ് മൂലമാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ചില ആൻറ്റിബോഡികളെ നെഗറ്റീവ് ആകാൻ നമുക്ക് ആയുർവേദത്തിൽ സാധിക്കുമോ? കാർഡിയോലിപ്പിൻ പോസിറ്റീവായ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു 14 പ്രാവശ്യം അബോർഷനായ ഒരു കേസ് എൻ്റെ അടുക്ക് വരികയുണ്ടായി. 14 പ്രാവശ്യം, ചുരുങ്ങിയല്ല, കുട്ടികളില്ല, 14 പ്രാവശ്യം അബോർഷനായി. യാതൊരു വിധത്തിലുള്ള മെഡിസിൻസും അലോപ്പതിയിൽ സ്യൂട്ടബിൾ ആകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവർക്ക് കൊടുത്തത് ഇതേ ദ്രാക്ഷാദി കഷായമാണ്. ഗർഭിണിയായി 3-4 മാസം കഴിയുമ്പോഴത്തേനും അബോർഷൻ ആവുന്നു. എൻ്റെ ഇൻ്റർമിറ്റൻ്റ് അബോർഷൻസാണ് അവർക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, 3-ാം മാസം മുതൽ നിങ്ങൾ കുമ്പിളിൻ്റെ വേര് കഷായം വെച്ച് കഴിക്കുക. ഈ കുമ്പിളിൻ്റെ വേര് കഷായം വെച്ചിട്ട് എപ്പോഴും സെർവിക്സിൻ്റെ ഗ്രോത്ത് നമ്മൾ അൾട്രാസൗണ്ട് സോണോഗ്രാഫി കൂടെ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, സെർവിക്സിൻ്റെ കനക്കുറവാണ് അതിൻ്റെ കാരണം, ഗ്രോത്ത് ഇല്ലായ്മയാണ് കാരണം. അനലൈസ് ചെയ്തപ്പോൾ സെർവിക്സിന് ഇത്രയും നല്ല ഗ്രോത്ത് കൊടുക്കുന്ന വേറൊരു യോഗവും, അതായത് വെറും കുമ്പിളിൻ്റെ വേര് പാൽക്കഷായം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ സെർവിക്സിൻ്റെ ഗ്രോത്ത് കൃത്യമായിട്ട് കൊണ്ടുപോയ മറ്റൊരു യോഗവും ഞാൻ കണ്ടിട്ടില്ല. ഒരു 2 മാസം ദ്രാക്ഷാദി കഷായം കൊടുത്തു. 3-ാം മാസം മുതൽ വെറുതെ കുമ്പിളിൻ്റെ പേര് 10 ദിവസം, 1 മാസത്തിൽ 10 ദിവസം നമ്മൾ കുറുന്തോട്ടി ഒരു പാൽക്കഷായം വെച്ച് കഴിക്കുന്ന പോലെ ഈ കുമ്പിളിൻ്റെ പേര് പാൽക്കഷായം വെച്ച് കൊടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇന്ന് 3 കുട്ടികളുടെ അമ്മയാണ് അവർ. 1 അല്ല 3 കുട്ടികൾ. അവർക്ക് ചിലവായതോ വേണ്ട, അന്നത്തെ കാലത്ത് 30 രൂപയോ 35 രൂപയും കണ്ടുള്ളൂ. അനേക ലക്ഷങ്ങൾ ചിലവാക്കിയത് പ്രിയപ്പെട്ട ഈ കുമ്പിളിൻ്റെ പേര് അബോർഷൻ ഉണ്ടാകാൻ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഡ്രഗാണ് കുമ്പിളിൻ്റെ പേര് പാൽക്കഷായം വെച്ച് കൊടുക്കുക. അതുപോലെ എൻ്റെ എല്ലാ ആൻറ്റിബോഡികളെയും നെഗറ്റീവാക്കുന്ന പ്രിയപ്പെട്ട ഒരു യോഗം നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അത് വാതരക്ത ചികിത്സയിൽ പറയുന്ന ദശമൂലാമൃതേരണ്ട രാസ്ന നാഗരദാരു ഉരുഭൂഗതയിലേന പറയുന്നൊരു യോഗമാണ്. വാതരക്ത ചികിത്സയിൽ നമുക്ക് ശാസ്ത്രയോഗത്തിൽ പറയുന്ന ഒരു യോഗമാണത്. ഇപ്പം മെയിലിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ആൻറ്റിസ്പെയിം ആൻറ്റിബോഡി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു 15 ദിവസത്തെ ഉപയോഗം കൊണ്ട് ഇത് നെഗറ്റീവ് ആവുന്നതാണ്. അതുപോലെ കാർഡിയോലിപ്പിൻ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ വിത്തിൻ 15 ഡേയ്സിൽ നമുക്കിത് നെഗറ്റീവാക്കി കാണാം. പക്ഷേ ഈ തൈലം കൊടുക്കുമ്പം മൃദുമത്യപ്രഭൂതമായ ദോഷങ്ങളെ നമുക്ക് നിർഹരണം ചെയ്യുന്ന ശാസ്ത്ര രീതി നമ്മൾ തീർച്ചയായിട്ടും അവലംബിക്കേണ്ടതാണ്. കാരണം പഥ്യക്രമങ്ങൾ നിർബന്ധമാണ്. നോൺ വെജിറ്റേറിയൻ ഒരു കാരണവശാലും കഴിക്കാൻ അനുവദിക്കരുത്. പല രോഗികളും വരുമ്പോൾ നമുക്ക് ഈ പഥ്യാഹാരങ്ങൾ വളരെ ശ്രേഷ്ഠമായിട്ട് പരിഗണിച്ചേ മതിയാവൂ. കാരണം പല ഇതിലും ഒരു നല്ല ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കില്ല, അതുപോലെ ആൻറ്റിബോഡികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ സഹായിക്കില്ല. ഈ ഒരു കാര്യം കൊണ്ട് നമ്മളെപ്പോഴും സ്നേഹനം, സ്വേദശമിത്വം, പക്ഷാഘാത വിരേചനം, വാദചികിത്സയിൽ പറയുന്ന ചികിത്സാക്രമങ്ങളിൽ നമുക്ക് ആദ്യമേ തന്നെ ഈ സ്നേഹനം ഔഷധങ്ങൾ കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ്. ഈ ആൻറ്റിബോഡികൾ പോസിറ്റീവായി കഴിഞ്ഞാൽ ഏതെങ്കിലും സ്നേഹം ഒരു തിക്തകൃതോ സുകുമാരകൃതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു 3-4 ദിവസം മാത്രം കൊടുത്ത് പുറമേ സ്നേഹസ്വേദങ്ങളെല്ലാം ചെയ്ത് ഈ വാതരക്ത ചികിത്സയിൽ പറയുന്ന ഞാനീ പറയുന്ന ദശമൂല അമൃതേരണ്ട രാസ്ന നാഗരദാരുഭ്യാദി കഷായം ഉരുഭോഗ തൈലേനെ ചേർത്ത് കൊടുത്താൽ
എല്ലാ ആൻറ്റിബയോട്ടിക്കുകളും. കാരണം ഞാനിത് പരീക്ഷിച്ചറിഞ്ഞ് RIയിലാണ് ആദ്യം കൊടുത്തത്. RI പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നെഗറ്റീവ് ആകില്ലെന്നാണ് അലോപ്പതിയുടെ തിയറി. പക്ഷേ എല്ലാ RIയും ആൻറ്റിബയോട്ടിക്കുകൾ നെഗറ്റീവ് ആവുന്നുള്ള കാര്യം 30 കേസുകളിൽ കൂടെ ഞാൻ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ കാർഡിയോലിപ്പിൻ 10-15 ദിവസം കൊണ്ട് ഔഷധ സേവനം കൊണ്ട് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേ യോഗം നമുക്ക് പല രോഗങ്ങളിലും മറ്റ് ANA പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ, DNA പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ, ലൂപ്പസ് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ, ഇതിൽ അനേക തരത്തിൽ നമുക്ക് ഉപയോഗിക്കുന്ന യോഗം തന്നെയാണിത്. നിങ്ങൾക്ക് ഈ ഒരു യോഗം, ഈ നമുക്കൊരു ശാസ്ത്രകാരൻ പറഞ്ഞിരിക്കുന്നത് ഇതൊരു രോഗത്തിലല്ല, അനേക രോഗങ്ങളിൽ നമുക്ക് ഈ ഔഷധം കൊണ്ട് തീർച്ചയായിട്ടും ഗുണം ലഭിക്കുന്നതാണ്. അത് ഓർത്തിരിക്കണം. അപ്പോൾ ആൻറ്റിബയോട്ടിക്കൽ പോസിറ്റീവ് ആവുന്ന എല്ലാ അവസ്ഥയിലും നമുക്ക് ഈ ഒരു ഔഷധയോഗം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ നമുക്ക് എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച കൃത്യമായിട്ട് കാണാം. അതുപോലെ തന്നെ ഓവറിയിലുണ്ടാകുന്ന ഫോളിക്കിൾസിൻ്റെ വളർച്ച കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ എൻഡോമെട്രിയത്തിലുണ്ടാകുന്ന എല്ലാ ഫണ്ടസിലുണ്ടാകുന്ന ആൻറ്റീരിയർ വോളിലും പോസ്റ്റീരിയർ വോളിലും ഉണ്ടാകുന്ന ഫൈബ്രോയിഡുകളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഉള്ള ട്രീറ്റ്മെൻറ്റും പറഞ്ഞു. ഈ ചികിത്സാരീതി നിങ്ങൾക്ക് അവലംബിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത് കിടക്കേണ്ടത് എപ്പോഴും ട്യൂബിലേക്കാണ്, ഫെലോപ്പിയൻ ട്യൂബുകൾ. നമ്മളതിൽ പിക്ചറിൽ കാണാം, സീലിയകളുടെ ചലനങ്ങൾ കാണാം. ഈ സീലിയ എന്ന് പറയുന്നത് നമുക്ക് ട്യൂബൽ മോട്ടിലിറ്റിയാണ്. ഒരു ഗർഭാശയ മുഖത്തേക്ക് ചെല്ലുന്ന ഒരു ബീജത്തെ അവിടെ അപ്പോൾ ഹൈലി ആൽക്കലൈൻ ആയിരിക്കും. ആ ആൽക്കലൈൻ വേഗം തന്നെ അകത്തേക്ക് പാസ് ചെയ്ത് പോയി ട്യൂബിലേക്ക് എത്തി. ട്യൂബിൻ്റെ പ്രവർത്തനം എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. അതെപ്പോഴും ഒരു ഫെർട്ടിലൈസേഷന് സഹായിക്കുന്ന രീതിയിൽ ആ ബീജത്തെ അന്തർമുഖത്തേക്ക് കൊണ്ടുപോയി ഫെർട്ടിലൈസേഷൻ സാധ്യമാക്കുന്ന ഒരു പ്രവണതയാണ് എപ്പോഴും സീലിയയ്ക്കുള്ളത്. ആ സീലിയയുടെ പ്രവർത്തനത്തെയാണ് പ്രിയപ്പെട്ടവർ നമ്മൾ ട്യൂബൽ മോട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ ട്യൂബൽ മോട്ടിലിറ്റി നമുക്കൊരു സ്ത്രീയുടെ ഫേസിൽ തന്നെ തിരിച്ചറിയാം. ഈസ്ട്രജൻ്റെ അഭാവം, പലതരത്തിലുള്ള സെക്രീഷൻസ് ഈ ട്യൂബിനകത്തുണ്ട്. അത് ഹൈലി പ്രോട്ടീനായിരിക്കും. ആ പ്രോട്ടീൻ്റെ അഭാവം എപ്പോഴും ഈസ്ട്രജൻ്റെ അഭാവം തന്നെയാണ് ആ പ്രോട്ടീൻ്റെ അഭാവം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഈ ക്ഷാമപ്രസന്നവദനയൊന്നും ഇല്ലാത്ത രോഗികളിൽ പ്രിയപ്പെട്ടവർ നമ്മൾ ആയുർവേദത്തിൽ പറയുന്ന കാശ്മീരിയാധികൃതം, സുകുമാരകൃതം നമ്മളെപ്പോഴും കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് പരിഹരിക്കാം. ദ്രാക്ഷാദി കഷായം ഇതിന് ഏറ്റവും ഉത്തമമായ ട്യൂബൽ മോട്ടിലിറ്റി കൂട്ടാൻ ഏറ്റവും ഉത്തമമായൊരു യോഗമാണ് ദ്രാക്ഷാദി കഷായം. അപ്പം ഈ സീലിയയുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് അണ്ഡാശയത്തിൽ കാത്തിരിക്കുന്ന അണ്ടത്തെയും ട്യൂബിൽ കാത്തിരിക്കുന്ന അണ്ടത്തെയും അതുപോലെ തന്നെ ഗർഭസമൃദ്ധമായ ശുക്ലത്തെയും ഒന്നിച്ച് ചേർക്കേണ്ടത് ഈ സീലിയയുടെ പ്രവർത്തന ഭാഗമാണ്. ഈ സീലിയയുടെ ട്യൂബൽ മോട്ടിലിറ്റി എപ്പോഴും നമ്മൾ ഒരു പന്ത് വെള്ളത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ ആ പന്ത് അകലെ കിടക്കുകയാണ്, നമ്മൾ അടുപ്പിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ തുഴഞ്ഞ് നമുക്ക് ആ വെള്ളത്തിൽ അടുപ്പിക്കാൻ പറ്റും. ഇതാണ് സീലിയയുടെ പ്രവർത്തനം. അപ്പോൾ എവിടെയെങ്കിലും ഇപ്പം നമ്മൾ ഈ മോഡേൺ ലാപ്രോസ്കോപ്പിക് സർജറിയൊക്കെ ചെയ്യുമ്പം പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ഫെയിലിയറായിട്ട് വരുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഈ ട്യൂബൽ മോട്ടിലിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. ഈ സീലിയ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേഷനാണ് ഈ ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ഏറ്റവും അധികം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയ ഡ്രോബാക്ക്. അപ്പോൾ ഒരിക്കൽ പോലും ഈ ലാപ്രോസ്കോപ്പിക് സർജറി നമുക്ക് വളരെ സങ്കീർണമായ രീതിയിൽ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. പക്ഷേ എല്ലാവരും ലാപ്രോസ്കോപ്പി ചെയ്ത അവസാനം ഒരു ഗത്യന്തരമില്ലാതെ നമ്മുടെ അടുത്തേക്ക് ഈ ആയുർവേദത്തിലേക്ക് തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയും കൂടിയുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഉള്ള സീലിയെ വെച്ച് വേണം നമുക്ക് പ്രവർത്തിക്കാൻ. ഈ സീലിയയിൽ ഉള്ള സീലിയയിൽ വെച്ച് നമുക്ക് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല യോഗം ഞാൻ കണ്ടെത്തിയിരിക്കുന്ന മഹാരാസനാദി കഷായമാണ്. മഹാരാസനാദി കഷായത്തിന് യോഗം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതിന് പറയുന്ന രാസനാദി ഗുണഭാഗസ്യ എന്നുള്ള കഷായമാണ് ഏറ്റവും ശ്രേഷ്ഠം. നമുക്ക് കാണാൻ സാധിക്കും സീലിയയുടെ പ്രവർത്തനം. ഉള്ള സീലിയ വെച്ചുകൊണ്ട് ഇതിൻ്റെ ട്യൂബൽ മോട്ടിലിറ്റി കൂട്ടാൻ ഏതെങ്കിലും ഘൃതം കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. രണ്ടാമതായി ഞാൻ കൊടുക്കുന്നത് ഹരിതകിയിൽ, അതായത് ഈ സീലിയ പ്രവർത്തന എപ്പോഴും ട്യൂബിലൊരു ചെറിയൊരു എഡീമ നിലനിൽക്കും. അത് പിന്നീട് സാൽപിഞ്ചൈറ്റിസിനെക്കാണ്, സാൽപിഞ്ചൈറ്റിസ് വരുന്നുണ്ട് നമുക്ക്. അപ്പം ഇതിൽ ഹരിതകി വെണ്ണ ഞാൻ പോരുന്ന വഴിക്ക് ഡോക്ടേഴ്സിനോട് പറയുകയുണ്ട് ഹരിതകി വെണ്ണയുടെ പ്രവർത്തനം. ഈ ഹരിതകി വെണ്ണ മാത്രം കൊടുത്തുകൊണ്ട് കൺസീവ് ചെയ്ത ഒത്തിരി പേരുണ്ട് സാൽപിഞ്ചൈറ്റിസിൽ.
ഹരിതകി ചൂർണ്ണം വെണ്ണ ചേർത്ത് കഴിക്കുക ഒരു 7 ദിവസം. അതുപോലെ മഹാരാഷ്ട്രാദി കഷായം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. അന്തരാഷ്ട്രാദി കഷായം നിങ്ങൾക്ക് അവസാന സാധാരണ റെക്കമെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ട്യൂബിൽ ഉണ്ടാകുന്ന സേലിയയുടെ പ്രവർത്തനത്തെ നമുക്ക് ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന കഷായയോഗം മഹാരാഷ്ട്രാദിയാണ്. നമുക്കത് കടന്നു. നമുക്ക് പിന്നെ ഉണ്ടാകുന്ന ട്യൂബിലുണ്ടാകുന്ന മറ്റൊരു വലിയ സ്ഥിതിവിശേഷം എപ്പോഴും ഈ ട്യൂബിൻ്റെ സീലിയയുടെ അഭാവം കൊണ്ടാണ് പ്രിയപ്പെട്ടവർ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടാകുന്നുള്ള കാര്യം മറക്കരുത്. സീലിയ ചലിക്കാതെ വരുമ്പം തിരിച്ച് ചലിക്കണം. ഇംപ്ലാന്റേഷൻ വരുമ്പോൾ തിരിച്ച് ചലിക്കും. ചലിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഈ പറയുന്ന ട്യൂബൽ പ്രഗ്നൻസി. അപ്പോൾ അവിടെ ഈ മഹാരാഷ്ട്രാദി കഷായത്തിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞു നമുക്ക് ട്യൂബിലുണ്ടാകുന്ന മറ്റൊരു സ്ഥിതിവിശേഷമാണ് സാൽപിഞ്ചൈറ്റിസ്. ഇതേ സാൽപിഞ്ചൈറ്റിസ് ആൻഡ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഓഫ് സാൽപിൻസ്. ഈ സാൽപിഞ്ചൈറ്റിസ് വരുമ്പം പ്രിയപ്പെട്ടവരെ നമുക്ക് ബ്ലഡിലൊരു ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം അതിന് കാരണം എപ്പോഴും പല രോഗികളും നമുക്ക് ASO പോസിറ്റീവായിട്ട് കാണാം. ASO റുമാറ്റിക് ഡിസീസ്. അതുകൊണ്ടാണ് നമ്മുടെ ആചാര്യൻ മഹാരാഷ്ട്രാദി കഷായത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം മറക്കരുത്. പലതിലും വാദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു യോഗം ഇതിൽ സാധ്യമാകുന്നത് പലപ്പോഴും ഈ ASO പോസിറ്റീവ് ആകുമ്പോഴാണ്. ASO പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കും? അത് സ്മോൾ വെസൽസ് എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അടിഞ്ഞു വീഴിട്ട് അവിടെയെല്ലാം നീർക്കെട്ടുണ്ടാകുന്ന അവസ്ഥ. ഇപ്പോൾ റുമാറ്റിക് കംപ്ലയിൻറ്റ്സ് ചികിത്സിക്കും നമുക്ക് കാണാം. ഒരു സൈനോവിറ്റിസ് വന്നു, നമുക്ക് ASO നോക്കുമ്പോൾ അത് പോസിറ്റീവായിട്ട് കാണാം. ഒരു ചൈൽഡ്ഹുഡ് മൈഗ്രെയിൻ വരുമ്പം നമുക്ക് ആ കുട്ടിയുടെ ASO നോക്കുമ്പോൾ കാണാം അത് പോസിറ്റീവായിരിക്കും. അല്ലെങ്കിൽ ഒരു ടോൺസിൽസ് വരുന്നു, ലേറിഞ്ചിറ്റീസ് ഫാരിഞ്ചിറ്റീസ് വന്നു, പ്രിയപ്പെട്ടവരെ അത് നോക്കുമ്പോൾ കാണാം ASO ഹൈലി പോസിറ്റീവ്. അപ്പോൾ ഈ ASOയെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള വളരെ അത്യന്താപേക്ഷിതമായൊരു ഭാഗമാണ്. എങ്ങനെയാണ് ASOയെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റുള്ള ഡിസീസുകളിലും പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് ഈ ഒരു യോഗം നിങ്ങൾക്ക് വെറുതെ ദശമൂലകടത്രയും കഷായം അതുപോലെ തന്നെ ഗോപീചന്ദനാദി ഗുളിക ASOയെ ഇത്ര വേഗം നിർവീര്യമാക്കുന്ന മറ്റൊരു യോഗം ഗോപീചന്ദനാദി ഗുളിക പോലെയില്ല. ഇത് ഞാൻ പഠിക്കാൻ കാരണം ചെറുപ്പകാലത്ത് നമുക്ക് എന്തെങ്കിലും പനിയോ തൊണ്ടവേദനയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഈ ഗോപീചന്ദനാദി ഗുളിക പൂവാങ്കുറുന്നൽ നീരിൽ അരച്ച് തന്നെ ഓർമ്മയുണ്ട്, എൻ്റെ ഓർമ്മയിലുണ്ട്. 1-2 ദിവസം കഴിയുമ്പോൾ തൊണ്ടവേദനയും പനിയും മാറി ഓടിച്ചാടി നടക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ മനസ്സിൽ കുറിച്ചിട്ടൊരു ഭാഗമുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഈ ഗോപീചന്ദനാദി ഗുളിക ഇത് ആക്ട് ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ ആയുർവേദ കോളേജിലെ പഠനങ്ങളുടെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് എനിക്ക് മാതാപിതാക്കൾ ഇതൊക്കെ തന്നെ ഞാൻ അന്നും ഒരു ചിന്തിച്ചു. അപ്പോഴാണ് ASOയെ കുറിച്ച് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ASO പോസിറ്റീവായിട്ട് വരുന്ന എല്ലാ ഡിസീസുകളും ഞാനിത് കൊടുക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, അവർണ്ണനീയമായ അനുഭവമാണ് എനിക്കതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ഈ യോഗം വലിയ ആൾക്കാർക്ക് എങ്ങനെ പ്രയോജനമാവും? അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ഒരു ഡ്രഗ്. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഒരെണ്ണം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 2-3 കഴിക്കണം, അത്രയേ ഉള്ളൂ. ഒരു സാൽപിഞ്ചൈറ്റീസിൽ പ്രിയപ്പെട്ടവർ ഇതേ കഷായം നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ അവസ്ഥ കൊണ്ട് നമുക്ക് ഈ സാൽപിഞ്ചൈറ്റീസ് പരിഹരിക്കുന്നത് കാണാം. അതേസമയം തന്നെ നമുക്ക് ഗർഭധാരണ ശേഷി തിരികെ കിട്ടുന്നതുമായ ഇതേ യോഗം കൂടുതലായിട്ട് അഡീഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മഹാരാഷ്ട്രാദി കഷായം ഉപയോഗിക്കുകയും ചെയ്യാം. ഈ സാൽപിഞ്ചൈറ്റീസ് നമുക്ക് പൂർണ്ണമായിട്ടും അങ്ങനെ മാറ്റാൻ സഹായിക്കും. നമ്മൾ അവിടെ കടന്നു. ഫിംബ്രിയ, അണ്ടാശയത്തിലുണ്ടാകുന്ന ഒരു അണ്ടത്തെ ഫിംബ്രിയ എന്നുള്ള ഭാഗം എപ്പോഴും കൈവിരലുകൾ പോലെ ആയിരിക്കണേ. അണ്ടാശയത്തിലുണ്ടാകുന്ന ഒരു അണ്ടത്തെ വലിച്ചെടുത്ത് ട്യൂബിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു അവസ്ഥയാണ് എപ്പോഴും ഒരു ഫിംബ്രിയയ്ക്കുള്ളത്. ഈ ഫിംബ്രിയയ്ക്ക് പറ്റുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, അതിൻ്റെ സ്ലഗീഷ്നെസ്, പ്രവർത്തനമാദ്യം. അത് ട്യൂബൽ മോട്ടിലിറ്റിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വലിയ ഭാഗം തന്നെയാണ്. അതിൽ പ്രിയപ്പെട്ടവർ അത് സംഭവിക്കുന്നത് ഒന്ന്, അതിന് റീസൺ എപ്പോഴും അടുത്ത ഭാഗത്തേക്കും കടന്നു വരുമ്പോൾ ഇത് കാണാം. ഒന്ന് ഹൈപ്പർ കൊളസ്ട്രീമിയാണ്, അസഹ്യത. അപ്പോൾ നമുക്കിവിടെ ഉപയോഗിക്കേണ്ട മരുന്നുകൾ സ്ലഗീഷ്നെസ്, എപ്പോഴും നമുക്ക് ഓക്സിഡേഷൻ്റെ കുറവാണ് ഈ ഫിംബ്രിയയ്ക്കുള്ള ഏറ്റവും നല്ല പ്രവർത്തന മാധ്യത്തിന് കാരണമെന്ന് നമുക്ക് കണ്ടെത്താമെങ്കിൽ അങ്ങനെ ഓക്സിഡേഷനെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെ മെഡിസിൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം? ഫിംബ്രിയയിലുണ്ടാകുന്ന ഈ ഒരു സ്ലഗീഷ്നെസ് നമുക്ക് മാറ്റിയെടുക്കാൻ ഏതൊക്കെ ഡ്രഗ്സ് നമുക്ക് ഉപയോഗിക്കാം ഡോക്ടറെ? നിങ്ങളും ചിന്തിച്ച് നോക്കുക.
ഒരുപാട് തരത്തിലുള്ള ഡ്രഗ്സ് നമുക്ക് ഇവിടെയും സെലക്ട് ചെയ്യാം. അതെങ്ങനെ മനസ്സിലാക്കും? പൗച്ച് ഓഫ് ഡഗ്ലസ് അൾട്രാസൗണ്ട് സോണോഗ്രാഫിയിൽ ഒരു ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുമ്പം നമുക്ക് പൗച്ച് ഓഫ് ഡഗ്ലസിൽ എപ്പോഴും ഫ്ലൂയിഡ് ഫോം ചെയ്യുകയും അതേ സമയത്ത് തന്നെ നമുക്ക് ട്യൂബിലേക്ക് അണ്ഡാശയത്തെ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ സംജാതമാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതിൻ്റെ സ്ലഗീഷ്നെസ് നമുക്ക് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ലൊരു യോഗം ഒന്നേ ഉള്ളൂ, ഹിങ്കോജാതി ചൂർണം. ഹിങ്കോജ വിജയാപശുഗന്ധ ഡാണിമ ദീപിക ധാനിക പാട പുഷ്കരം പോലെ ചടീക പുഷാഗ്നി എന്ന് തുടങ്ങുന്ന യോഗം. ഇത് മാത്രം മതി നമുക്ക് ഈ ഫിംബ്രിയയുടെ ഈ മാന്ദ്യം മാറ്റിയെടുക്കാൻ. അത് ലഘൂഷണം വസ്തുശോധനം എന്നുള്ള നിയമപ്രകാരം പ്രിയപ്പെട്ടവരെ ചൂടുവെള്ളത്തിൽ തന്നെ കൊടുക്കുകയാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ഓവുലേഷൻ സമയത്ത് പ്രിയപ്പെട്ടവർ പല രോഗികളിലും നമുക്കിതൊരു അത്യന്താപേക്ഷിതമായ ഘടകമായിട്ട് വരാൻ. അപ്പോൾ നമുക്കൊരു 12, 13, 14, 15 ദിവസങ്ങളിൽ ഓവുലേഷൻ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്നും നോക്കാതെ ഹിങ്കോജായ ചൂർണം റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷനൊന്നും നടത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ 4-5 ദിവസത്തേക്ക് ഹിങ്കോജായ ചൂർണം റെക്കമെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന് ഫെർട്ടിലൈസേഷനെ സഹായിക്കുക തന്നെ ചെയ്യും. ഇതൊരു വീക്ക്നെസ് മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അനേകം കുട്ടികളുണ്ടായ അനേകം ഹിസ്റ്ററികളുണ്ട്. വെറും ഹിങ്കോജായ ചൂർണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓർക്കണം, 13, 14, 15 ദിവസങ്ങളിൽ കൊടുക്കുന്ന ഹിങ്കോജായ ചൂർണം. ഹിങ്കോജായ ചൂർണം നമുക്ക് അനേകം മറ്റുള്ള രോഗികളിലെല്ലാം കണ്ഠാമയങ്ങളിലെല്ലാം പറയുന്നുണ്ട്. ENTയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് കൂടിയാണ്, ഒരു യോഗം കൂടിയാണ് ഹിങ്കോജായ ചൂർണം. കണ്ഠാമയ രോഗങ്ങൾ ഇന്ന് കാണുന്ന അനേകം രോഗികളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിൽ ഫിംബ്രിയ കഴിഞ്ഞു പ്രിയപ്പെട്ടവർ, നമുക്ക് ഇനി കിടക്കുന്ന ഓവറിയിലേക്കാണ്. ഓവറി ഈ ട്യൂബിൽ നമുക്ക് വിട്ടുപോയിട്ടിരിക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്, ട്യൂബ് ബ്ലോക്ക്. പുതുതായിട്ട് ചെയ്തു വരുന്ന ബൈലാറ്ററൽ ട്യൂബ് ബ്ലോക്കുകൾ. ട്യൂബിൻ്റെ കാര്യത്തിൽ ട്യൂബ് ബ്ലോക്ക് വിട്ടു. സാൽപ്പിൻജൈറ്റീസിന് മുമ്പായിട്ട് ട്യൂബ് ബ്ലോക്കും കൂടിയുണ്ട്. അതിൽ ഹിസ്റ്റോസാൽപ്പിനോഗ്രാഫി HSG ചെയ്യുമ്പം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ബൈലാറ്ററൽ ട്യൂബ് ബ്ലോക്ക്, ഈ ട്യൂബ് ബ്ലോക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ ആയുർവേദത്തിലുള്ള സഹായിക്കുക. ഏതെങ്കിലും ഡോക്ടർ വഹീദയ്ക്കൊക്കെ അനുഭവങ്ങൾ കാണും. എനിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ ചെയ്തൊരു ഭാഗമുണ്ട് പ്രിയപ്പെട്ടവരെ. അതായത് ഞാൻ ചികിത്സിക്കാൻ കാരണം ഒരു TAO പേഷ്യൻ്റ് അതുപോലെ തന്നെ ഒരു ഡയബറ്റിക് ഗാംഗ്രീൻ, ഇങ്ങനെ ഒരു രോഗി പെരിഫറൽ വാസ്കുലർ ഡിസീസുമായിട്ട് എൻ്റെ അടുത്ത് വരികയുണ്ടായി. ഈ രോഗിക്ക് ഞാൻ കൊടുത്തിരുന്ന കഷായം സപ്തസാരം കഷായമാണ്. മഹാരാജ പ്രസാദ തൈലം ഉത്തമാത്രയിൽ 15 തുള്ളി വീതം ചേർത്ത് കൊടുത്ത് ഒരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഈ TAO ത്രോംബോഅൻജൈറ്റിസ് ഓബ്ലിറ്ററൻസ് നിങ്ങൾ കണ്ടു കാണും. എ ലോസ് ഓഫ് ഡാമേജ് ഓഫ് എ വെസൽ നിങ്ങൾ കണ്ടു കാണും, ചികിത്സിച്ചും കാണും. അതിൽ ഒരാഴ്ചത്തെ ഔഷധയോഗം കൊണ്ട് കൃത്യമായ പഥ്യാനുഷ്ഠാനങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പം പ്രിയപ്പെട്ട TAOയിലെ പെയിൻ മാറി. ഗാംഗ്രീൻ പോലുള്ള അവസ്ഥകൾ പതുക്കെ ആ ബ്ലാക്കിഷ് കളർ ചേഞ്ച് പതുക്കെ മാറി വന്നു. അങ്ങനെ 1 മാസത്തെ ചികിത്സ കൊണ്ട് ആ രോഗി ഭേദമായി. അവിടെ ഉണ്ടായ ഒരു വെസൽ ഡാമേജ് ആയെങ്കിൽ തന്നെയും അതിൽ കൊളാട്രൽസ് രൂപം കൊണ്ടു. അങ്ങനെയാണ് രോഗി മാറിക്കിട്ടാൻ ഇടവന്നത്. അങ്ങനെ ഒരു ട്യൂബ് ബ്ലോക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചു പ്രിയപ്പെട്ട ഇത് ഒരു ട്രിപ്പിൾ വെസൽ ഡിസീസിൽ ഹെർട്ടിൻ്റെ ബ്ലോക്കിലുണ്ടാകുന്ന ഹെർട്ട് ബ്ലോക്ക് ട്രിപ്പിൾ വെസൽ ഡിസീസിൽ ഇതേ കഷായയോഗം കൊടുത്ത എന്താ കുഴപ്പം? പ്രിയപ്പെട്ടവർ, ഞാൻ ട്രിപ്പിൾ വെസൽ ഡിസീസിലേക്ക് ഇതേ ഒരു കഷായയോഗം മഹാരാജ പ്രസാദ തൈലം സപ്തസാരം കഷായം ചേർത്ത് പഥ്യാനുഷ്ഠാനങ്ങളോടുകൂടി മല്ലിവെള്ളം കൂടുതൽ കുടിച്ചുകൊണ്ട് ഒരു 12 ഗ്ലാസ് മല്ലിവെള്ളം ദിവസവും കുടിക്കാൻ പറയാറുണ്ട്. കുടിച്ചുകൊണ്ട് ഈ രോഗിയെ ചികിത്സിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, 3 മാസം കഴിഞ്ഞ് ഈ രോഗിക്ക് ഒരു ആൻജിയോഗ്രാം ചെയ്യാൻ അദ്ദേഹം തന്നെ സന്നദ്ധനായി. ഹോസ്പിറ്റലിൽ ചെന്നു ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പം ട്യൂബ് ബ്ലോക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് റിപ്പോർട്ട് പഴയ ഇൻവെസ്റ്റിഗേഷൻസ് മുഴുവൻ ഞാൻ പരിശോധിക്കുകയുണ്ടായി. ഹലോ, ഇത് ഇൻവെസ്റ്റിഗേഷനിൽ പ്രിയപ്പെട്ട ഒരു വലിയ സംഭവം ആയുർവേദത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു.
അവരുടെ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കിയപ്പോൾ എല്ലാ രോഗികളിലെയും ഇതുപോലെ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് ട്രൈഗ്ലിസറൈഡ്സ് എലിവേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു, TOUവിലും കണ്ടു, അതുപോലെ ട്രിപ്പിൾ വെസൽ ഡിസീസിലും കണ്ടു. അത് അതിനോടനുബന്ധിച്ച് അനേകം ഡിസീസുകളുണ്ട്. ഇതിനെല്ലാം റീനൽ കാൽക്കുലസിൽ കാണാം. നമുക്ക് അനേകം ഡിസീസുകളിൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നോക്കി കഴിഞ്ഞപ്പം എല്ലാ ഇതുപോലെ CAD പേഷ്യൻസിൽ ട്രിപ്പിൾ വെസൽ ഡിസീസിൽ ട്രൈഗ്ലിസറൈഡ്സ് എലിവേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അങ്ങനെ ട്രൈഗ്ലിസറൈഡ്സ് എലിവേറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എപ്പോഴും നമുക്ക് രൂപം കൊള്ളുന്ന ഓരോ വെസൽസിലും വിളമ്പികയുടെ ചികിത്സ നമുക്ക് നോക്കുമ്പോൾ കാണാം ഓരോ സിരകളിലും പറ്റി പിടിച്ചിരിക്കുന്ന നാമമാണെന്ന് കണ്ടെത്താൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അതിന് സിരകളിൽ പറ്റി പിടിച്ചിരുന്ന മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഒക്കെ അതേ ഫാമിലിയിൽ വരുന്ന ഡിസീസുകളാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലുള്ള ഡിസീസുകളും ഇതുപോലെ പ്ലാക്കുകൾ രൂപം കൊണ്ടുണ്ടാകുന്ന ഡിസീസുകളാണ്. അതിന് ഹൈപ്പർ കൊളസ്ട്രീമിയ, നമുക്ക് എല്ലാ രോഗികളിലും ഹൈപ്പർ കൊളസ്ട്രീമിയ നോക്കേണ്ട അത്യാവശ്യമാണ്. അതിലെ ലിപ്പിഡ് പ്രൊഫൈലിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഭാഗം ട്രൈഗ്ലിസറൈഡ്സിൻ്റെ എലിവേഷനാണ്. ആ എലിവേറ്റ് ചെയ്യുന്ന ട്രൈഗ്ലിസറൈഡ്സിനെ മാറ്റാൻ നമുക്ക് എപ്പോഴും ഒരു ഉൾക്ലേശം കൊടുത്തു കഴിഞ്ഞാൽ യാതൊരുവിധ സംശയമില്ല നമുക്ക് തീർച്ചയായിട്ടും എംബോളിസം സംഭവിക്കാം, മരണപ്പെടാം. അപ്പോൾ അങ്ങനെ ഉൾക്ലേശിപ്പിക്കുന്ന ഔഷധങ്ങൾ ഒരിക്കൽ പോലും നമുക്കിവിടെ യോഗ്യമല്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്രംസനം, സ്വേദനം. അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസിലെല്ലാം ചികിത്സിക്കുമ്പോൾ സ്വേദ സ്നേഹങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. സ്വേദന അധിക ക്രിയകൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. അപ്പം ഈ രോഗികളിൽ ഒരു TIO അല്ലെങ്കിൽ CAD പേഷ്യൻസിൽ ഇത് കൊടുത്തു കഴിഞ്ഞു, ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ കിട്ടിയ റിസൾട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു ബ്ലോക്ക് പോലും ഇല്ല. ഒരു ബ്ലോക്ക്, ട്രിപ്പിൾ വെസൽ ഡിസീസ് ഒരു ബ്ലോക്ക് പോലും കാണാനില്ല. അങ്ങനെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ കഷായയോഗം പ്രിയപ്പെട്ടവരെ ഇതുപോലെ ട്യൂബ് ബ്ലോക്കിൽ കൊടുത്തുകൂടാ? ചിന്തിക്കാനിട വന്നു. അങ്ങനെ ട്യൂബ് ബ്ലോക്കിൽ ഏകദേശം ഒരു വർഷമേ ആയുള്ളൂ. ട്യൂബ് ബ്ലോക്കിൽ ഇതേ കഷായങ്ങൾ ഞാൻ കൊടുക്കുകയുണ്ടായി. കൂടുതൽ മല്ലിവെള്ളം കൂടുതൽ കഴിക്കാനായിട്ട് പറഞ്ഞു. ഓവുലേഷൻ സമയത്ത് പ്രിയപ്പെട്ടവരെ സ്രംസനം ചെയ്യാനായിട്ട് പറഞ്ഞു. കാരണം ഇവിടെ ഉൽക്ലേശം കൊടുത്തു എന്ന് വെച്ച് നമുക്ക് ഒരിക്കൽ പോലും ഒരു ഹാർട്ടിന് അല്ലെങ്കിൽ ഒരു എംബോളിസം സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ സ്രംസനാദി ക്രിയകൾ ചെയ്തു. പ്രിയപ്പെട്ടവർ സുകുമാരഘൃതം അഡീഷണലായിട്ട് കഴിക്കാൻ കൊടുത്തു. ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞപ്പം ഈ ബൈലാറ്ററൽ ട്യൂബും ബ്ലോക്കായിരുന്ന പേഷ്യൻ്റ് ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്ത പ്രിയപ്പെട്ടവർ എന്നെ അറിയിച്ചു. ഒരു ട്യൂബ് ബ്ലോക്കിൽ ഇന്ന് ഒരു ലോകത്തും ഒരു ചികിത്സയില്ലാത്ത ഒരു ഭാഗമാണെന്ന് നിങ്ങൾ ഓർക്കണം. അതിൽ ഉത്തരവസ്തി ശ്രേഷ്ഠമാണെന്ന് ഓർക്കണം. അങ്ങനെ ഉത്തരവസ്തി ചെയ്യേണ്ടത് ഈ ഓവുലേഷൻ സമയത്ത് ചെയ്യുന്ന ഉത്തരവസ്തി ഏറ്റവും ശ്രേഷ്ഠമാണെന്നുള്ള കാര്യം ഓർക്കണം. പക്ഷേ 5 ml കൂടുതൽ നമ്മൾ ഒരു കാരണവശാലും ഉത്തരവസ്തിക്കുള്ള സ്നേഹങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഓർക്കണം. കാരണം കൂടുതലെടുക്കുന്ന ദ്രവ്യങ്ങൾ എപ്പോഴും പെരിറ്റോണിയൽ ക്യാവിറ്റിയിലേക്ക് പോകുന്നുള്ള കാര്യം മറക്കരുത്. ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ഉത്തരവസ്തി ഏതാനും നാളുകൾക്ക് മുമ്പ് ഉത്തരവസ്തി ചെയ്യാനായിട്ട് ഇടവന്നു. അങ്ങനെ ഉത്തരവസ്തിയും ഈ പറയുന്ന ചികിത്സാക്രമം കൊണ്ട് ഈ ട്യൂബ് ബ്ലോക്കുമായിട്ട് വീണ്ടും ഗർഭിണിയായിട്ട് വന്ന സ്ത്രീകളുണ്ട്. അപ്പം നമ്മുടെ എത്രയോ വലുതാണ് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ കൺസെപ്റ്റ് എന്നും ബോധ്യപ്പെടുത്താനാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞത്. അപ്പോൾ ട്യൂബ് ബ്ലോക്ക് കഴിഞ്ഞു നമുക്ക് നേരെ ഓവറിയിലേക്ക് കിടക്കാം. ഏറ്റവും സങ്കീർണമായ ഒരു ഭാഗം ഓവറിയാണ്. നമുക്കിന്ന് കാണുന്ന വലിയ ഡിസീസാണ് PCOS അല്ലേ? പഠിക്കുന്ന കുട്ടികൾ പോലും നമ്മളെല്ലാവരും പോകും PCOS ആയിട്ട്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം പ്രിയപ്പെട്ടവരുടെ ഡിസീസല്ല, ഒരിക്കലും ഒരു സിൻഡ്രോമാണ്, അവസ്ഥാവിശേഷമാണ്, ഒരു ഡിസീസല്ല. ആ അവസ്ഥാവിശേഷത്തെക്കുറിച്ച് മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്? ഇതിലും ഹൈപ്പർ കൊളസ്ട്രീമിയ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ഋതുചര്യയിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കാതെ അവിടെയും കഴിക്കുന്ന പഥ്യാഹാരങ്ങളെല്ലാം നമുക്ക് ഈ രോഗിക്ക് രോഗമുണ്ടാക്കാൻ കാരണമാണ്. നമ്മൾ ഋതുചര്യയിൽ പ്രത്യേകം പഠിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഋതുമതി കഴിഞ്ഞാൽ 4 ദിവസത്തെ വലിയ ജോലികളൊന്നും ചെയ്യാതെ എപ്പോഴും സ്വസ്ഥമായിട്ടിരിക്കണം. നമ്മുടെ ശാസ്ത്രം വളരെ വ്യക്തമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ഒരു സ്ത്രീയുടെ ഈ ഋതുചര്യ എല്ലാ ഓർഗൻസും സ്ലഗീഷായിരിക്കും, പ്രവർത്തനമാന്ദ്യം ഉണ്ടായിരിക്കും. അവിടെ നമ്മൾ ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ടയും കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഒരു സംശയവുമില്ല, ഹൈപ്പർ കൊളസ്ട്രീമിയ തീർച്ചയായിട്ടും സംശയം. നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ കാണാം ബൾക്കി ഓവറീസ്, ബൾക്കി യൂട്രസ് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ഈ കഴിക്കുന്ന ഫാറ്റുകൾ എൻഡോമെട്രിയോസിസ് ഉണ്ടാകാനുള്ള ഒരു വലിയ കാരണമാണ് ഈ ഹൈപ്പർ കൊളസ്ട്രീമിയ.
നമ്മൾ കഴിക്കുന്ന ഫാറ്റിൽ നിന്ന് രൂപം കൊള്ളുന്ന ആ കൊഴുപ്പ് ഇവിടെ അഴിഞ്ഞു കൂടിയിട്ട് ആ കൊഴുപ്പ് ചേർന്നിട്ടാണ് പ്രിയപ്പെട്ടൊരു എൻഡോമെട്രിയോസിസ് ഉണ്ടാകുന്നത്, അഡീഷൻസ് ഉണ്ടാകുന്നത്. ഇതിനെല്ലാം കാരണം ഈ ഹൈപ്പർ കൊളസ്ട്രീമിയാണ്. അപ്പോൾ എൻഡോമെട്രിയോസിസ് പോലെയുള്ള രോഗങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും നമ്മൾ പഥ്യാഹാരങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കണം. അവിടെ നല്ല കഷായോഗം പ്രിയപ്പെട്ടവർ ചെരുവില്ലാതെയും സപ്തസാരവും മാത്രമാണ്. എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം വന്ന് ഒത്തിരി രോഗികളുണ്ട് ഗർഭിണികളായിട്ട് വന്ന്. ഞാൻ അധികം ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. സപ്തസാരം കഷായത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം പറയുന്നത് നിങ്ങൾ ഓർക്കണം. ട്യൂബൽ മോട്ടിലിറ്റിക്ക് നമുക്കിത് ഉപയോഗിക്കാം. PCOSൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാവുന്ന ഒരു കഷായവും സപ്തസാരം കഷായമാണ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഒരു ഭാഗം പറയുന്നുണ്ട്, അത് സദ്യഫലപ്രദമാണ്. വർഷാപു വില്ലു കല്ലു ഒരുഭൂക സഹചര ചുണ്ഡ്യഗ്നിമന്ദ ഈ കഷായ പാദവ്യ സപ്തസാരോ ഗുളകണപടുഹുങ്കാഗ്ജിയുക്തോ യഥാർഹ ഗുള കണ പടു ഹിങ്കു ആജിയം യുക്തോ യഥാർഹ. യഥാർഹമായ യുക്തിയോടുകൂടി ഈ സപ്തസാരം കഷായം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഈ എൻഡോമെട്രിയോസിസും അതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം മാറാൻ വേറെ ഡ്രഗും നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ യുക്തമായ എൻഡോമെട്രിയോസിസിൽ നമുക്ക് യുക്തമായ ഘൃതം ഏതായിരിക്കും, അല്ലെങ്കിൽ യുക്തമായ തൈലമുണ്ടോ, യുക്തമായ തിപ്പലി ചേർത്ത് കൊടുക്കാമോ, ഇതിലേത് മെഡിസിൻ ആയിരിക്കും നമുക്ക് ഏറ്റവും പ്രസക്തി? ഗുള കണ പടു ഹിങ്കു ആജിയം, ഇതിലേത് സെലക്ട് ചെയ്യാൻ പറ്റും? ഈ 4 കൂട്ടം സാധനം ഗുള കണ പടു ഹിങ്കു ആജിയം 5 കൂട്ടം ഡ്രഗ്സും പല അവസരത്തിൽ പല രോഗങ്ങളിൽ നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടി ഒരു സിവിയർ ഡിസ്മൈനോറിയാണ്, നമ്മുടെ അടുത്ത് വന്നു. നമുക്ക് സപ്തസാരം കഷായം നമ്മൾ റെക്കമെൻഡ് ചെയ്തു. ഒരു അനുമാനമില്ലാതെ ആ ഒരു യോഗം കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ സിവിയർ പെയിനാണ്, നമുക്ക് അതിനകത്ത് പറയുന്ന ഈ അനുമാനത്തിൽ നമുക്ക് ഏത് അനുമാനം നമുക്ക് ചേർത്ത് കൊടുക്കാം? പ്രിയപ്പെട്ടവർ സംശയിക്കേണ്ട, ഗുളവും ഹിങ്കുവും ഏറ്റവും ശ്രേഷ്ഠം, പടുവും ഏറ്റവും ശ്രേഷ്ഠമാണ്. ഗുളകണ്ണ പടു ഹിങ്കു ആജീവയുക്ത യഥാർഹത്തിൽ ഈ ഗുളവും അതുപോലെ പടുവും അതുപോലെ കായവും ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇതാ ദിവസങ്ങൾ ഒരു സൈക്കിൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് പിന്നെ പെയിൻ ഉണ്ടാവുകയില്ല. നമുക്ക് പാരസെറ്റമോളിൻ്റെ പുറകെ പോകേണ്ട, അനാൾജസിക്കായിട്ടുള്ള ടാബ്ലറ്റ് ഒന്നും കഴിക്കേണ്ട. ഈ പഥ്യാഹാരക്രമങ്ങളും ഇതും പാലിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പെയിൻ ഡിസ്മെനോറി നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ PCOSലാണെങ്കിലോ അവിടെ ഓക്സിഡേഷൻ കുറവായിരിക്കും. ഇതിനകത്ത് 32ാമത്തെ ഇതിൽ ഒരു പെൽവിക് പൾസേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, 32. നിങ്ങളിത് നോക്കിക്കാണണം. എല്ലാവരും പരിശോധിക്കേണ്ടതും കണ്ടുപഠിക്കേണ്ട ഒരു വലിയ ഭാഗമാണ് പെൽവിക് പൾസേഷൻ. ബൈലാറ്ററൽ സൈഡ് 2 സൈഡും നിങ്ങൾ പരിശോധിക്കണം. ഫീമെയിൽ നോക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എപ്പോഴും നോക്കിയിരിക്കണം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മറ്റൊരു ഇൻവെസ്റ്റിഗേഷനും ഇല്ലാതെ ഇവിടെ ഓവറി ഫങ്ഷനിങ് ആണോ അല്ലയോ എന്നുള്ളത്. ഈ പെൽവിക് പൾസേഷൻ മാത്രം മതി. നിങ്ങൾ പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേ ഇതുപോലെ ഈ പെൽവിക് പൾസേഷൻ നോക്കുക. പ്രിയപ്പെട്ടവർ പലരിലും കാണാൻ സാധിക്കും ഫീബിൾ, 2 സൈഡും ഫീബിളായിരിക്കും. ചില രോഗികളിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഒരു സൈഡ് നല്ല വോളിയമായിരിക്കും, മറു സൈഡ് ആബ്സെൻ്റ് ആയിരിക്കും. ഇത് പ്രിയപ്പെട്ടവർ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആ സൈഡിൽ ഓവർ ഫങ്ഷനിങ് ആണ്, മറ്റേ സൈഡിൽ ആബ്സെൻറ്റുമാണ്. അല്ലെങ്കിൽ മറ്റേ സൈഡിൽ എപ്പോഴും ഫോളിക്കിൾസ് ഉണ്ടാകുന്നില്ല. നിങ്ങളുടെ പരിശോധനകൾ നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാനൊരു ഭാഗത്തിന് വേണ്ടിയാണ് ഞാനിത് കാണിക്കാൻ. എൻ്റെ അനുഭവത്തിലുള്ളൊരു ഭാഗമാണ്. എല്ലാ രോഗങ്ങളും സെക്കൻഡ് ഡേയിൽ നോക്കണം. എന്തിനാണ് സെക്കൻഡ് ഡേയിൽ നോക്കണേ? നമ്മൾ അലോപ്പതി ചികിത്സയിൽ വരുമ്പോൾ AMH നോക്കാണ്ട് പീരീഡ്സിൻ്റെ സെക്കൻഡ് ആൻറ്റിമുല്ലേറിയൻ ഹോർമോൺ നമ്മളെപ്പോഴും നോക്കുന്നതാണ്. ഓവറിയിൽ നല്ല ഓവം ഉണ്ടാകുന്നുണ്ടോ, അതിൻ്റെ റിസർവോയർ തീർന്നോ? AMH ലെവൽ ബിലോ 2 ആയി കഴിഞ്ഞാൽ റിസർവോയർ തീർന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ. ഫോളിക്കിൾസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീയുടെ ലൈഫ് ഒരു ജീവിതചക്രത്തിൽ ഏകദേശം 450ഓളം നല്ല ഫോളിക്കിൾസ് ഉണ്ടാകുന്നുണ്ട്. എങ്കിലും പ്രവർത്തന സജ്ജമായത്
മാക്സിമം 12 13 ഉള്ളൂ. 20 വരെയൊക്കെ ഉണ്ട് ചരിത്രങ്ങൾ. അതിൽ കൂടുതൽ നല്ല ഫോളിക്കിൾസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏത് സൈഡിലാണ് നമുക്ക് നല്ല ഫോളിക്കിൾസ് ഉണ്ടാകണമെന്ന് പരിശോധിക്കാൻ നമുക്ക് ഈ പെൽവിക് പൾസേഷൻ മാത്രം മതി. ഇനി AMH ലെവൽ കുറവാണ് എന്ന് അലോപ്പതി ശാസ്ത്രം പറയുമ്പോൾ അവിടെ ഒരു കാരണവശാലും ഗർഭധാരണത്തിന് സമൃദ്ധമല്ലാത്ത ഒരു അണ്ഡം ആണ് ഒന്ന് നമ്മൾ അലോപ്പതി വൈദ്യശാസ്ത്രം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ അവിടെ കൊടുക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? നമ്മൾ നമ്മുടെ പുസ്തകത്തിൽ പഠിക്കുന്നത് പുഷ്പേ പീതം ഫലായേൽ അല്ലേ? ഏതായിരിക്കും ആ യോഗം? ബലസർപ്പിസ്. അത് സപ്തസാരം കഷായത്തിൽ ചേർത്ത് കൊടുത്താൽ, യഥാർഹമായ ആജ്യമായിട്ട് നമ്മൾ സപ്തസാരം കഷായത്തിൽ ചേർത്ത് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? പുഷ്പേ പീതം ഫലായേൽ എന്നുള്ള വാക്ക് സെൻറ്റൻസ് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് ആ ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നവരെ മാത്രമേ അതിന് ആക്ഷനുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ ആക്ഷൻ പീരീഡ് നമുക്ക് ഈ 14 ഡേയ്സ് മാത്രമേ ഉള്ളൂ. പുഷ്പേ പീതം ഫലായേൽ, പുഷ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ മാത്രമേ ആ ഗൃഹത്തിന് പ്രസക്തിയുള്ളൂ. AMH ലെവൽ കൂട്ടുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ആചാര്യൻ ഇവിടെ സ്പഷ്ടമാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഔഷധത്തിൻ്റെ പ്രയോഗം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പുഷ്പേ പീതം ഫലായേൽ. നിങ്ങൾ സപ്തസാരം കഷായത്തിൽ AMH ലെവൽ കുറയുന്ന അവസ്ഥയിൽ, അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയുന്ന അവസ്ഥയിൽ നിങ്ങൾ സപ്തസാരം കഷായത്തിൽ തീർച്ചയായിട്ടും ഇത് ഫലസർപ്പീസ് ചേർത്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൺസീവ് ചെയ്യുന്നത് ഇമ്മീഡിയറ്റായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ 13, 14, 15 ദിവസങ്ങളിൽ കൊടുക്കുന്ന ഇതോ ഹിങ്കോജായ ചൂർണോ തീർച്ചയായിട്ടും ആ ഫോളിക്കിൾസ് റപ്ചറാകാൻ സഹായിക്കും, കൺസീവ് ചെയ്യാൻ സഹായിക്കും. ഇനി മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ഇല്ലാതെ ഒരു ഫോളിക്കിൾസ് റപ്ചർ ആയോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ചെറിയ മെത്തേഡുണ്ട്. വളരെ ചെറിയൊരു മെത്തേഡേ ഉള്ളൂ. ഒരു ഓവലേറ്റ് 12, 13, 14 ദിവസങ്ങളിലെല്ലാം കൈയുടെ അടിയിൽ നമ്മളിങ്ങനെ കൈവച്ച് നോക്കുക. എപ്പോഴും ഒരു ഫോളിക്കിൾസ് റപ്ചർ ആയാൽ തീർച്ചയായിട്ടും അവിടെ തണുത്തിരിക്കും, ഒരു ദിവസത്തേക്ക് മാത്രം. എളുപ്പം മനസ്സിലാക്കാനൊരു പരിപാടിയാണ് ഇത്. സ്കാനിങ് ഒന്നും ഇല്ലാതെ നമ്മുടെ ശാസ്ത്രപ്രകാരം പോകാൻ വളരെ എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ കൈവച്ച് നോക്കുക, ഇവിടെയും കൈവച്ച് നോക്കുക. പിടിയുന്ന തന്നെ എപ്പോഴും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പ്രവർത്തനം വരുന്ന വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കൈവച്ച് നോക്കുക, എളുപ്പം മനസ്സിലാകാം. ഞാൻ അങ്ങനെയാണ് പറഞ്ഞു വിടാറുള്ളത്. നിങ്ങൾ സ്കാനിങ്ങിനൊന്നും പോകണ്ട, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഓവുലേഷൻ ഡേറ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്യുക. അതങ്ങനെ മനസ്സിലാക്കാം. അപ്പം ഞാൻ ഈ സപ്തസാരം കഷായത്തിൻ്റെ വിവിധ ഉപയോഗങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിലുക്തമായ അനുപാനങ്ങൾ ചേർത്ത് നിങ്ങൾക്ക് ഈ സപ്തസാരം കഷായം പല രോഗങ്ങളിലും, ഈ രോഗങ്ങൾ മാത്രമല്ല പല രോഗങ്ങളും നമുക്ക് തീർച്ചയായിട്ടും. പിന്നെ ഒരു അഡീഷൻ വന്നു, അധീറൻ്റെ യൂട്രസ് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ കാണാം സെയിം കഷായം നമുക്ക് ബലാതയിലും ചേർത്ത് കൊടുത്താൽ മതി. അഡീഷൻസ് മാറിക്കിട്ടും, പക്ഷേ കർശനമായ പഥ്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഓവറി കഴിഞ്ഞു, തിരിച്ച് യൂട്രസിൻ്റെ ഭാഗത്ത് വരുന്ന നമുക്ക് എൻഡോമെട്രിയോസിസ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും ഭാഗങ്ങൾ ഒരു ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. നമുക്ക് ഈ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ പറഞ്ഞ്, നമുക്ക് ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. മെയിലിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഫീമെയിലിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മെയിൽ ഇൻഫെർട്ടിലിറ്റിയിലേക്ക്, കാരണം മെയിൽ ഇൻഫെർട്ടിലിറ്റി കുറച്ച് കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. അതിൻ്റെ കോഴ്സുകൾ നമ്മൾ അതിൻ്റെ കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് അസോസ്പെർമിയ, സ്പേം ഓട്ടോഇമ്മ്യൂണിറ്റി, സെമൻ അബ്നോർമാലിറ്റി, സ്പേം അബ്നോർമാലിറ്റീസ്, കോയിറ്റൽ ഡിസ്ഫങ്ഷൻ, ഇങ്ങനെ റീസൺസ് എല്ലാം പറയേണ്ട. അനാട്ടമി ആൻഡ് ഫിസിയോളജി എടുക്കാൻ ഡോക്ടേഴ്സ് ഉണ്ട്, അവരെടുത്തോളും. അസോസ്പെർമിയ നമുക്ക് ചികിത്സിക്കാവുന്നൊരു ഭാഗമാണ്. അസോസ്പെർമിയ ഏതാനും നാളുകൾക്ക് മുമ്പ് പ്രിയപ്പെട്ടവരെ അസോസ്പെർമിയായിട്ട് കുറച്ച് 5-10 രോഗികൾ എല്ലാവരും നമുക്ക് ചികിത്സിക്കുക. കാരണം അസോസ്പെർമിയ ഒരിക്കൽ പോലും എല്ലാം ക്യൂറബിളാണെന്ന് പറയാൻ പറ്റില്ല. ഈ പറയുന്ന പോലെ നമുക്ക് സെമിനൽ വെസിക്കിൾസ് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയും, അതുപോലെ തന്നെ FSHൻ്റെ ലെവൽ കൂടിയിരിക്കുന്ന അവസ്ഥയിലും നമുക്ക് ആ FSH ലെവൽ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യമത്തെ ചിന്താഗതി. FSH ലെവൽ ആയുർവേദത്തിൽ കൂടെ ചികിത്സിച്ച് കുറയ്ക്കാൻ സാധിക്കുമോ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, FSHൻ്റെ ലെവൽ കുറയുന്ന അവസ്ഥയിൽ എപ്പോഴും നമുക്ക് ആവശ്യം ബ്രഹ്മണ ചികിത്സയാണ്. ഇതേ ബലാതയിലും തന്നെ
പ്രിയപ്പെട്ടവരെ, നമുക്ക് വിതാരിയാദി കഷായം പോലുള്ള കഷായത്തോടൊപ്പം ബലാതയിലും പിന്നെ ഏറ്റവും കൂടുതൽ കൗണ്ട് കൂട്ടുന്ന മറ്റൊരു ഡ്രഗാണ് ഭൃംഗരാജാസവം. ഈ ലെവലിൽ FSH ലെവൽ കുറയ്ക്കാൻ പറ്റുന്ന ടെസ്റ്റിക്കിൾസ് എല്ലാം നോർമൽ സൈസാണ്. മറ്റ് വേരിക്കോസിലൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയിൽ നമുക്ക് FSH ലെവൽ കുറയ്ക്കാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു ഭാഗമാണ് അല്ലെങ്കിൽ മരുന്നുകളാണ്. ഒന്ന് ഭൃംഗരാജാസവം, 2 ബലാതയിലും പിന്നെ ക്ഷയരോഗ ചികിത്സയിൽ പറയുന്ന അശ്വഗന്ധാദി ചൂർണം, ലവങ്കാദി ചൂർണവും അശ്വഗന്ധാദി ചൂർണം അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് സഹസ്രയോഗത്തിലുണ്ട് രണ്ടും. ഈ 2 യോഗങ്ങളും ഞാൻ ഈയിടെ പരീക്ഷിക്കാനിട വന്നു. ഏകദേശം 2 രോഗികളിൽ FSH ലെവൽ വളരെ കുറഞ്ഞു വരികയും ചെയ്തു. പക്ഷേ സെമിനൽ വെസിക്കിൾസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അത് അലോപ്പതിയിലേക്ക് യൂറോളജിയിലേക്ക് വിട്ടു. അവർ പറഞ്ഞു ടെസ്റ്റിക്കിൾസ് ഒരുപാട് ബീജങ്ങളുണ്ട്, നമുക്കിത് വേറെ മാർഗങ്ങളില്ല, ഒരു IVF സാധ്യതയുള്ളൂ. തീർച്ചയായിട്ടും IVF സക്സസ് ആണ്. FSH ലെവൽ ഒരുപാട് കുറഞ്ഞു. അങ്ങനെ IVF വിട്ടു. ഇപ്പം ഗർഭിണിയായിട്ടിരിക്കുന്ന കേസുകളുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ചികിത്സിച്ച് സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കും. FSH ലെവൽ കുറച്ച് വിടുക. കാരണം അത് അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം അത് IVF മാത്രമേ അവിടെ പറ്റുകയുള്ളൂ. ഒരു രോഗിയിൽ മാത്രം IVF ഇല്ലാതെ 1 മില്യൺ ഇപ്പം സ്പേം കാണാൻ സാധിച്ചിട്ടുണ്ട്. ആക്ടിവിറ്റി നോർമലായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ ചെയ്യേണ്ടത് FSH ലെവൽ മാത്രമാണ്. പിന്നെ എൻ്റെ സെമൻ അബ്നോർമാലിറ്റീസിൽ 38ാമത്തെ ഇതിൽ അബ്നോർമാലിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലോ വോളിയം. ഏറ്റവും കൂടുതൽ നമുക്ക് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ലോ വോളിയമാണ്. മെയിൽ ഇൻഫെർട്ടിലിറ്റി, ലോ വോളിയം. ചില പേഷ്യൻസ് വരുമ്പോൾ നമുക്ക് നല്ല ഒബേസ് ആയിരിക്കും, നല്ല തടിയും ആരോഗ്യമൊക്കെ ഉണ്ടാകും. പക്ഷേ അവരുടെ സെമനലൈസേഷനിൽ എപ്പോൾ നോക്കും ഒരു 5 days ആബ്സെൻസിലെല്ലാം നമ്മൾ നോക്കുമ്പം നമുക്ക് അവിടെയും കാണാം ലോ വോളിയം. അപ്പോൾ ഈ ലോ വോളിയത്തിൻ്റെ കാരണം നമ്മൾ നോക്കുമ്പം യാതൊരു സംശയം വേണ്ട ഡോക്ടറെ, ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പം അത് ഹൈപ്പർ കൊളസ്ട്രീമിയ തന്നെയാണ് എൻ്റെ കാരണം, ലോ വോളിയം. അപ്പോൾ നമുക്കിവിടെ ആവശ്യം നമുക്ക് ആ ഹൈപ്പർ കൊളസ്ട്രീമിയ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിലും ഈ ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം എലിവേറ്റ് ചെയ്തിരിക്കുന്ന കാണാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതിലേതൊക്കെ മെഡിസിൻസ് കൊടുക്കാൻ പറ്റും? ഏറ്റവും നല്ലത് ഞാൻ കൊടുക്കാറുള്ള സാധാരണ നിംബാമൃതാസവമാണ്. നിംബാമൃതാസവം അത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാം. അഭയാരിഷ്ടം പിപ്പല്യാസം സെലക്ട് ചെയ്യാം. വൈശ്വാന ചൂർണ്ണം സ്റ്റിമുലൻ്റാണ്, നിങ്ങൾക്ക് എവിടെയും സെലക്ട് ചെയ്യാം. ഗുൽഗുലു പഞ്ചവർണ്ണം സെലക്ട് ചെയ്യാം. അനേകം ഡ്രഗ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പക്ഷേ അവസ്ഥ ഇതാണ്, ലോ വോളിയത്തിന് കാരണം ഇതാണ്. അതിൽ വോളിയം കൂട്ടാൻ മാത്രമാണ് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ നമുക്ക് ഏറ്റവും നല്ല മെഡിസിൻ ഗ്രഹണിയിൽ പറയുന്ന താലീസാദി ഘടകമാണ്. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. രസൻ, രക്തം, തഥാ മാംസം, മേധസ്സും പുനരസ്ഥിയും മജ്ജയും ശുക്ലവും ഈ വണ്ണം 7 ധാതുക്കളും ക്രമാൽ എന്ന് പഠിക്കുന്നു. ഓരോന്നിൽ നിന്നും വർദ്ധിച്ച് ക്രമാനുഗതമായിട്ടുണ്ടാകുന്നതാണ്. അപ്പം എപ്പോഴും ഡെവലപ്മെൻറ്റിൽ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വോളിയം കുറയാനുള്ള കാരണം എന്ന് കണ്ടെത്താം. അവിടെ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള മെഡിസിൻ താലീസാദി ഘടകമാണ്. രണ്ടാമത് ഹൈപ്പർ കൊളസ്ട്രീമിയ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിംബാമൃതാസം ഏറ്റവും നല്ല ഹൈപ്പർ കൊളസ്ട്രീമിയ പിടിയിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു യോഗമാണ് വ്യോഷാദി ഘടകം. ഏകദേശം 1-2 ആഴ്ചത്തെ സേവ കൊണ്ട് ഹൈപ്പർ കൊളസ്ട്രീമിയ വേഗം പരിഹരിക്കാം വ്യോഷാദി ഘടകത്തിൽ കൂടെ. മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഇതേ മെഡിസിൻ സഹായിക്കും. പിന്നെ രണ്ടാമത് ഇതിനോടനുബന്ധിച്ച് വരുന്ന വേരിക്കോസിൽ കാണിച്ചിട്ടുണ്ടോ? വേരിക്കോസിൽ ടെസ്റ്റിക്കിൾസ് ക്വാളിറ്റി കുറയ്ക്കുന്ന ഒരു വലിയ ഭാഗമാണ് വേരിക്കോസിൽ. ആ വേരിക്കോസിൽ ഇതുപോലെ വരുന്ന അവസ്ഥയിൽ വേരിക്കോസ് അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ പാസ് ചെയ്ത് പോകുന്ന ബീജത്തിന് എപ്പോഴും ക്വാളിറ്റി കുറവായിരിക്കും. അപ്പം അങ്ങനെയുണ്ടെങ്കിലും ഇതേ നിംബാമൃതാസം ശ്രേഷ്ഠമാണ്. പക്ഷെ അതിൽ മറക്കരുത്, അവിടെ ഈ സ്നേഹത്തിൻ്റെ ക്ഷയം കൊണ്ടുണ്ടാകുന്ന രൂക്ഷത മൂലമാണ് വേരിക്കോസിൽസ് സംജാതമാകുന്ന ഇവിടെയും. അവിടെ നമുക്ക് സഹചരാശയുമ്പോഴുള്ള സേവ്യ തൈലങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വേരിക്കോസിൽ ടെസ്റ്റിൽസിന് സർജറി വേണ്ട. സർജറി ആണെങ്കിൽ തന്നെ അതിൻ്റെ ചാൻസ് ഓൺലി 5% എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അലോപ്പതി ഡോക്ടേഴ്സ് പല
ഇതിലും പറയുന്ന സർജറി ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറയും. പക്ഷേ ഒരു ബെനിഫിറ്റും സർജറി ചെയ്താൽ കിട്ടത്തില്ല. സഹജരാജസേവം കൊണ്ട് 100% നിങ്ങൾക്ക് ഷുവറിറ്റി കൊടുക്കാൻ സാധിക്കും. യാതൊരു സംശയമില്ല. നിബാമൃതാസവും സഹജരാജസേവ്യം ധാരാളം മതി. എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും സെയിം തന്നെ കൊടുത്തിരിക്കണം. സഹജരാജസേവ്യം സഹജരാതി ആവർത്തിയാണ് ഞാനീ പറയുന്നത്, അല്ലാണ്ട് സഹജരാജസേവ്യം പ്രത്യേകം പറയുന്നില്ല. സഹജരാതി 7 ആവർത്തി കോട്ടക്കലാരിശാലയും വൈദ്യരത്നത്തിലും ഒക്കെ ഉണ്ട്. അതിലേത് വേണേലും സെലക്ട് ചെയ്യാം. ഒന്ന് ലോ വോളിയം, നമുക്ക് അങ്ങനെ പരിഹരിക്കാൻ സാധിക്കും. രണ്ടാമത് ഹൈ വിസ്കോസിറ്റി. ഹൈ വിസ്കോസിറ്റി സംഭവിക്കുന്നതും പ്രിയപ്പെട്ടവർ ഇതേ ഹൈപ്പർ കൊളസ്ട്രീമിയാണ് എൻ്റെയും കാരണം. ഹൈലി വിസ്കസ് ആണെങ്കിൽ ഒരു സാന്ദ്രത, ഇപ്പോൾ ഒരു വലിയ ജലാശയത്തിൽ ഒരു കയത്തിൽപ്പെട്ടു പോകുന്ന ഒരവസ്ഥയായിരിക്കും ഒരു ബീജത്തിന് സംഭവിക്കുക. ഒരു കയത്തിൽപ്പെട്ട പോയ ഒരു ആൾക്ക് നീന്തി കയറുക എപ്പോഴും അസാധ്യമായിരിക്കും. എത്ര നീന്തൽ അറിയാവുന്ന വ്യക്തിയാണെങ്കിലും നീന്തി കയറാൻ അസാധ്യം. നീന്തി കയറിയാലോ തീർച്ചയായിട്ടും തളർന്നു പോകും. ഇതേ ഒരു അവസ്ഥയാണ് ഒരു വിസ്കോസിറ്റി ഹൈ ആയിപ്പോയാൽ സംജാതമാണ്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെയും നമ്മൾ പഠിക്കുന്നത് യോഗി അൽപായുർ അതിർഭവ ഗർഭവതി നൈവവ. ഗർഭിണി ആയിക്കഴിഞ്ഞാൽ തന്നെയും അത് അബോർഷനായി പോവാം. ഇങ്ങനെ സംഭവിക്കുക. അവിടെയും കാരണം വിസ്കോസിറ്റിക്കുള്ള കാരണം ഇതേ ഹൈപ്പർ കൊളസ്ട്രീമിയാണ്. ഇത് പരിശോധിക്കുക. അപ്പോൾ ഇതേ ഔഷധം കൊണ്ട് തന്നെ നമുക്ക് ഈ വിസ്കോസിറ്റി കുറയ്ക്കാം. അതിലേറ്റവും ശ്രേഷ്ഠമായ ഔഷധം പ്രിയപ്പെട്ടവരെ മറക്കരുത്, വ്യോഷാദിയോടകമാണ്. അതുപോലെ ഡിക്രീസ്ഡ് മോട്ടിലിറ്റി, ഏറ്റവും അധികം കാണുന്ന ഒരു ആക്റ്റീവ് മോട്ടിലിറ്റി ഇല്ലാത്തൊരു വലിയ കാര്യം ഇന്ന് മെയിലിൽ കാണാൻ സാധിക്കും. മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ആക്റ്റീവ് മോട്ടിലിറ്റി ഇല്ല. മെയിലും ഫീമെയിലും ഞാൻ നേരത്തെ പറഞ്ഞു അർച്ചസുകൾ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് ഞാൻ ആചാര്യൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഭാഗം. നമ്മൾ നിദാനം പഠിക്കുമ്പം വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ധാതുവിനാം ച ശോഭയൻ, ധാതുക്കളെ ക്ഷോഭിപ്പിക്കുന്ന ഒരു ഭാഗമാണ് അർച്ചസ്. എങ്ങനെയാണ് ധാതുക്കളെ ക്ഷോഭിപ്പിക്കുന്നത്? ഒരു മാംസാങ്കുരങ്ങൾ ഇൻഡസ്ട്രിയിൽ എവിടെയെങ്കിലും ഒരു പൈൽസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ശരീരത്തിലെ ഈ പ്രധാനപ്പെട്ട ചൂടിൻ്റെ പ്രവർത്തനത്തെ എപ്പോഴും ക്രമീകരിക്കുന്ന അവയവങ്ങളിൽ കിഡ്നി പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ ടെസ്റ്റിക്കിൾസ് പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ മൂക്കിൽ പോളിപ്സുകൾ റേഡിയേറ്ററാണ്. അതുപോലെ ശരീരത്തെ തണുപ്പിക്കുന്ന ഭാഗമാണ് ലാരിങ്സും ഫാരിങ്സും എല്ലാം. ഇതോർത്ത് ഇത്രയും ശരീരഭാഗങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഭാഗം ടെസ്റ്റിക്കിൾസാണ്. ശരീരത്തിൻ്റെ ചൂടിന് തണുപ്പിനും അനുസരിച്ച് അതിൻ്റെ പ്രവർത്തനം വ്യത്യസ്തമായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ധാതുവിനാം ച ശോഭയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ശരിയാണോ എന്ന് പരിശോധിക്കാൻ പ്രിയപ്പെട്ടവർ, ഞാനിങ്ങനെ വന്ന പേഷ്യൻസിന് ഈ ഒരു ശാസ്ത്രഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സൂര്യനാദിലേക്കും 1 മാസം കഴിച്ചിട്ട് നിങ്ങൾ വീണ്ടും ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതുവരെ നോൺ വെജിറ്റേറിയൻ അവോയ്ഡ് ചെയ്യാനും പറഞ്ഞു വിട്ടു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഫലമാണ് പ്രിയപ്പെട്ടവർ ഈ ധാതുവിനാം ച ശോഭയൻ. കാരണം അടുത്ത പ്രാവശ്യം ഇൻവെസ്റ്റിഗേഷനിൽ ഇതെല്ലാം നോർമലായിട്ടാണ് ഈ പേഷ്യൻസ് വന്നത് മുഴുവനും. ആക്റ്റീവ് മോട്ടിലിറ്റി, ഒട്ടും ആക്റ്റീവ് അല്ലാത്തിരുന്ന ആ പേഷ്യൻസെല്ലാം എബോവ് മോട്ടിലിറ്റി കാണിച്ചിരിക്കുന്നത് 20% മുകളിലാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കൺസീവ് ചെയ്ത് പോയ രോഗികളും അനേകം. വെറും സൂര്യനാദിയിലേക്ക് വേറെ മെഡിസിൻ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. നോൺ വെജിറ്റേറിയൻ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ ഇത് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വനസൂര്യനാദിയിലേക്കും അല്ലെങ്കിൽ സൂര്യനാദിയിലേക്കും എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഒരു പൈൽസ് ഉണ്ടായാൽ നമ്മൾ പൈൽസിനെ ഉണ്ടാക്കുന്ന ഉഷ്ണവീര്യമാണ് മത്സ്യത്തിനെല്ലാം, നോൺ വെജിറ്റേറിയൻ അല്ലാതെ ഉഷ്ണവീര്യമുള്ള ആഹാര സാധനങ്ങൾ കഴിച്ചാൽ മാംസാങ്കുരങ്ങൾ ഉണ്ടാകുമെന്നും അങ്ങനെ മാംസാങ്കുരങ്ങൾ എപ്പോഴും ശരീരത്തിൻ്റെ ചൂട് കൂട്ടുകയും ചെയ്യുമെന്ന് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ശരീരത്തിൻ്റെ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ സ്പേമിനെ കണ്ടമാനം അത് ബാധിക്കും. ആക്റ്റീവ് സ്പേംസ് ഒന്നും കാണില്ല. അപ്പോൾ ചില അലോപ്പതി ഡോക്ടേഴ്സ് പറയാണ്ട് നിങ്ങൾ മൂന്നാറിന് പോകും, തണുപ്പുള്ള രാജ്യങ്ങളിൽ പോയി ജീവിക്കുക, തണുപ്പ് പറയും. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. മൂന്നാറിലൊന്നും പോയാൽ കൺസീവ് ചെയ്യില്ല. ഇവിടെ നമ്മുടെ ശരീരത്തിൻ്റെ തണുപ്പ് കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് മൂന്നാറായി തീരുള്ളൂ, ഒരു സംശയവുമില്ല. അപ്പോൾ ശരീരത്തിൻ്റെ ചൂട് കുറയ്ക്കാൻ പറ്റുന്ന ഡ്രഗ്സേ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ശാരിഭാസം കൊടുക്കാം. അതുപോലെ തന്നെ സൂര്യനാദിലേക്ക് ഇത്രയും ചെറിയ മെഡിസിൻ കൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം ഡിക്രീസ്ഡ് മോട്ടിലിറ്റി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
ഇൻക്രീസ്ഡ് ലിക്വിഫാക്ഷൻ ടൈമും ഹൈ വിസ്കോസിറ്റിയും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് സെയിം മെഡിസിൻസ് നമുക്കവിടെ യൂട്ടിലൈസ് ചെയ്യാം. pH വേരിയേഷൻസിൽ വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ രോഗി മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ വരുമ്പം ഈ രോഗി ആൽക്കോളിക്കാണോ പുകവലിക്കാരനാണോ, അതിൽ pH വേരിയേഷൻസ് തീർച്ചയായിട്ടും സംഭവിക്കും. അത് കറക്റ്റ് ചെയ്യണം. ലോ ഫ്രൂട്ടോസിൽ പ്രസക്തിയില്ല, കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വോളിയം വിസ്കോസിറ്റിയും കറക്റ്റ് ചെയ്യുമ്പം ഫ്രൂട്ടോസ് ലെവൽ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ലോ സ്പേം കൗണ്ടും ഇതേ മെഡിസിൻ കൊണ്ട് തന്നെ, ഈ സൂര്യനാദി ലേഹ്യം കൊണ്ട് തന്നെ ലോ സ്പേം കൗണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യിച്ചെടുക്കാൻ സഹായിക്കും. പിന്നെ ലോ സ്പേം കൗണ്ട് കുറയ്ക്കുമ്പം നമുക്ക് ആൻറ്റി അൾസറേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഡ്രഗ്സ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. താരാമണ്ടൂരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഡാഡിമാതികൃതം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രഗ്സ് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും. ഞാൻ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഡോക്ടേഴ്സ്? കാരണം എന്തും ഞാൻ പറഞ്ഞു തരാം, ഒന്നും ഹൈഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്തും പറഞ്ഞു തന്ന് നിങ്ങളെ പ്രവർത്തന സജ്ജമാക്കിയാണ് ഞാൻ ചെയ്യാറുള്ള എവിടെയും. കാരണം നിങ്ങൾ ചികിത്സിക്കണം, ഭാവി നിങ്ങളുടെ കയ്യിലാണ്. എനി ക്വസ്റ്റ്യൻസ്? ഇനി ഞാൻ കിടക്കാൻ പോകുന്നത് നമ്മൾ അൺനോൺ റീസൺസാണ്. അൺനോൺ റീസൺസ് നമ്മുടെ മുമ്പിൽ നമ്മൾ ഇന്ന് ഏറ്റവും പ്രസക്തമായൊരു ഭാഗം അൺനോൺ റീസൺസാണ് അല്ലേ? ലേബിൻ ഡോക്ടറെ, അൺനോൺ റീസൺസ് ഇഷ്ടം പോലെ കാണാം. നമ്മുടെ ആയുർവേദ പുസ്തകത്തിൽ ഒരു ശാരീരികമായ ബന്ധത്തിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട വാക്ക് ആചാര്യൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, സാന്തയിത്വ തഥാന്യോന്യം. വായിച്ചു കാണും, സാന്തയിത്വ തഥാന്യോന്യം. അപ്പം ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ, സാന്തയിത്വം അന്യോന്യം സമാധാനിപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നെല്ലാ ഭാര്യാഭർത്താക്കന്മാരിലും കണ്ടുവരുന്നൊരു സ്ഥിതിവിശേഷം. ഒന്നും സാരമില്ല എന്ന് പറയാൻ ഒരു മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. ഇന്ന് രാവിലെ എന്തെങ്കിലും കോപപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ച് ഭർത്താവ് കോപിച്ചു, വൈകുന്നേരം ആകുമ്പോഴത്തേനും ഭാര്യ അതുപോലെ തന്നെ മുഖം വീർപ്പിച്ചിരിക്കും. ഒന്നും സാരമില്ല എന്ന് പറഞ്ഞാലും കേൾക്കില്ല, അവർ ആ വഴിക്ക് പോകും. തിരിച്ചും അതുപോലെ തന്നെ സംഭവിക്കും. സാന്തയിത്വ തഥാന്യോന്യം. ഇത് ഹൃദയപൂർവമാണെങ്കിലോ പ്രിയപ്പെട്ടവരെ, ഒന്ന് സാരമില്ല എന്ന് ഒരു വാക്ക് പറയുന്നതാണ് നല്ലത്, അടുത്ത് ചേർത്തിരുത്തി കഴിഞ്ഞെല്ലാം ക്ഷമിക്കണമെന്ന് പറയുന്നതാണോ ഏറ്റവും ഭംഗി? ഞാൻ ചികിത്സയിൽ പ്രിയപ്പെട്ട ഒരു രോഗി, ഒരു ലവ്ലി എന്ന പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വന്ന ഒരു വലിയൊരു അനുഭവമാണ്. 8 വർഷമായിട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അവസാനം കുട്ടികളൊക്കെ ആയി സന്ധിവാതമൊക്കെ പിടിവെച്ച ഒരു രോഗി എൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഒരു ദിവസം വന്നു കഴിഞ്ഞ് കുട്ടികളില്ലായിരുന്നു, കുട്ടികളായി. അവസാനം വീണ്ടും 8 വർഷത്തോടെ അവർ ജീവിച്ചു. എങ്കിലും സന്ധിവാതം പിടിപെട്ട് ആ രോഗി എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ വലിയ ഒച്ചപ്പാടിന് കരയുക. ഞാൻ ചോദിച്ചു, അവർ എന്താ കാരണം, കരയാനുള്ള കാരണം? പ്രിയപ്പെട്ടവരെ, ചോദിക്കുകയല്ല, ആ രോഗി അതിനേക്കാൾ ഉച്ചത്തിൽ കരയുക. അവസാനം പുറത്തിരിക്കുന്ന രോഗികൾ എന്ത് വിചാരിക്കുന്നു കരുതി ഞാൻ അകത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടെ കുറച്ചു നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വന്ന് അകത്തിരുന്നു. ഈ രോഗിയായിട്ട് സംസാരിച്ചു. അവരൊരു കഥ പറഞ്ഞു. സന്ധിവാതത്തിന് ചികിത്സിച്ചിട്ട് ഒരു കുറവുമില്ല സാറേ. എനിക്ക് 2 കുട്ടികളുണ്ട്. രണ്ടാമത്തെ കുട്ടിക്ക് ഇപ്പം 7 വയസ്സായി. എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ച് പോയിട്ട് 7 വർഷം കഴിഞ്ഞു. രണ്ടാമത്തെ കുട്ടി ഉണ്ടായതിനു ശേഷം എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. ഇന്ന് അപ്രതീക്ഷിതമായിട്ട് സാറിൻ്റെ ക്ലിനിക്കിൽ വന്നപ്പോൾ ആ മനുഷ്യൻ അവിടെ ദൂരെ ഇരിക്കണ കണ്ടു. ഞാൻ നിയന്ത്രണം വിട്ടങ്ങ് കരഞ്ഞു പോയി. സാറിൻ്റെ മുമ്പിലല്ലേ കരയാൻ പറ്റുള്ളൂ, പുറത്തിരുന്ന് അവരെന്ത് വിചാരിക്കും, അതുകൊണ്ട് അകത്തിരുന്ന് കരഞ്ഞു പോയതാന്ന് പറഞ്ഞു.
ഞാൻ പോയി ചോദിച്ചു, നിൻ്റെ ഭർത്താവ് ഏതാ? അപ്പോൾ അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എനിക്ക് നന്നായിട്ടറിയാം, നല്ലൊരു മനുഷ്യൻ, ഒരു കുഴപ്പമില്ലാത്ത നല്ല മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, ലവലി നീ ആ പൗലൂസിനെ ആദ്യം കൊണ്ട് വിളിക്കുക, നീ തന്നെ വിളിക്കുക. അകത്തേക്ക് കടന്നു വന്നു. ഞാൻ വിളിച്ച രോഗി കടന്നു വന്നു. ഞാൻ ചോദിച്ചു, പൗലൂസിൻ്റെ കുറ്റങ്ങളൊക്കെ ഒന്ന് പറയാവോ ലവലി? കുറ്റങ്ങൾ പറയാൻ ആരംഭിക്കാമെന്ന് പറഞ്ഞു കിട്ടിയുള്ളൂ. ആ സന്ദർഭം യൂട്ടിലൈസ് ചെയ്തു പറഞ്ഞു തുടങ്ങി. നേരമില്ലാതെ ഒരു വിട്ടുത്തൽ, ഭയങ്കര ഒരു വോളിയത്തിൽ സംസാരിച്ചു ഭർത്താവിൻ്റെ കുറ്റങ്ങൾ. അവസാനം ഭർത്താവിനോട് ഞാൻ ചോദിച്ചു, പൗലൂസ് ഈ ലൗലിയുടെ കുറ്റങ്ങളൊക്കെ പറയാൻ പറഞ്ഞപ്പം പൗലൂസ് എന്നോട് ചോദിച്ചു, അപ്പോൾ സാറിനൊന്നും മനസ്സിലായില്ലേ? സാറിനെ കളിയാക്കുവാണോ? എന്നെ ഒന്നും മനസ്സിലായില്ലേ? സാറേ, ഇതാ അവളുടെ കുറ്റം. നേരം വെളുത്തു കഴിഞ്ഞാൽ എനിക്ക് പണിക്ക് പോകണം. പണിക്ക് പോയിട്ട് തിരിച്ച് കയറി വരുമ്പോഴേ കുറ്റങ്ങൾ ആരംഭിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഈ ലൗലി, ഈ മണ്ടി പെണ്ണ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കുറ്റങ്ങളുണ്ടോ? എന്തെങ്കിലും അരി മേടിച്ചില്ല, അല്ലെങ്കിൽ മുളക് മേടിച്ചില്ല, ചെറിയ അത് മേടിച്ചില്ല, ഇത് മേടിച്ചില്ല, അത് കുറ്റങ്ങളല്ലാതെ ഒരു യഥാർത്ഥമായ കുറ്റം ഈ സ്ത്രീ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഈ സ്ത്രീ പറഞ്ഞ ഒരു കുറ്റമാണോ? ഞാൻ ചോദിച്ചു, പൗലൂസേ, ഈ പൊട്ടിയായ പെണ്ണിനെ നിനക്ക് വിളിച്ചുകൊണ്ട് പോയിക്കൂടെ? അദ്ദേഹം എന്നോട് ഒരു വാക്ക് ചോദിച്ചു, സാറും ഇങ്ങനെ തന്നെയാണോ എന്നോട് പറയണേ? അതെ, ഞാനും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഈ സ്ത്രീ വിളിച്ചുകൊണ്ട് പോകാൻ ഞാനിപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് പോവാം. ആ കയ്യെ പിടിച്ച് വിളിച്ചു കൊണ്ടുപോയി. എന്നെ സുഖമായിട്ട് ജീവിക്കുന്നു. തിരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടുപേരും കൂടെ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, സന്ധിവാദം, എനിക്കൊരു രോഗമില്ല സാറേ, എൻ്റെ വാദവും എല്ലാം പോയി, കയ്യിലേക്കുണ്ടായിരുന്ന നീരൊക്കെ പോയി. അപ്പോൾ ഞാൻ പറയാനുള്ള കാരണം, ഇൻഫെർട്ടിലിറ്റിയുടെ കേസുകൾ വരുമ്പം തീർച്ചയായിട്ടും നമ്മളൊരു ഡീപ്പ് കൗൺസിലിങ് സെപ്പറേറ്റ് തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. ഇനി വേറൊരു സ്ത്രീ വന്നു, 8 വർഷമായി കുട്ടികളില്ല. കടന്നു വന്ന ദമ്പതിമാർ, മുസ്ലിം ദമ്പതിമാരാണ്. കുട്ടികളില്ലാതെ വന്നു. സാർ, എനിക്കൊരു വാക്ക് തരണം, ഇത് നടക്കില്ല എന്ന് ഇവളുടെ മുമ്പിൽ വെച്ച് സാർ ഒരിക്കൽ പോലും പറയരുത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഈ ഫയൽ ഞാൻ സാറിനെ ഏൽപ്പിക്കുകയുള്ളൂ. അത് ഞാൻ ഫയലുകൾ കണ്ടില്ല, രോഗം എന്താണെന്ന് മനസ്സിലാക്കില്ല, അല്ലാണ്ട് ഞാനിങ്ങനെ ഒരു എഗ്രിമെൻ്റ് പറയണേ, സാർ അത് പറയരുത്. ഞങ്ങൾ എത്ര വർഷം വേണമെങ്കിലും ഇവിടെ ചികിത്സയ്ക്ക് വരാം, ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ സാറ് മാത്രം പറയരുത്, ഈ എൻ്റെ ഭാര്യ ഗർഭിണിയാവില്ലെന്ന് പറയരുത്. ശരി, ഞാൻ സമ്മതിച്ചു. ഫയൽ ഓപ്പൺ ചെയ്തു. അട്രോപിക് ചേഞ്ചസ് ഓഫ് യൂട്രസ്. നമുക്ക് സാധിക്കുമോ? വാക്കും കൊടുത്തു. 8 വർഷമായ സ്ത്രീക്ക് പീരീഡ്സ് വന്നിട്ടില്ല. 8 വർഷത്തിന് ശേഷം അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കണ്ടു യൂട്രസ് അട്രോഫിഡ്. നമുക്ക് ചികിത്സിക്കാൻ പറ്റുമോ? വാക്കും കൊടുത്തുപോയി. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം, പ്രിയപ്പെട്ടവരെ, ഇതേ ദ്രാക്ഷാതി കഷായം ഞാൻ കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. ക്ഷയരോഗ ചികിത്സയിൽ പറയുന്ന രാസനാധികൃതം ഈ രോഗിക്ക് കൊടുക്കുകയാണ്. എല്ലാ മാസവും കൃത്യമായിട്ട് ഈ രോഗി വന്നുകൊണ്ടിരുന്നു. പക്ഷേ ഈ രോഗി വന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം പറഞ്ഞു. എൻ്റെ ഭർത്താവിനോടൊരു വാക്ക് പറഞ്ഞു, സാറേ, എൻ്റെ മാതാപിതാക്കൾ ഈ സ്ത്രീയെ ഉപേക്ഷിക്കാൻ എന്നോട് പറഞ്ഞു. പക്ഷേ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഈ സ്ത്രീയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു വിവാഹം കഴിക്കില്ല. അതാണ് എന്നെ ചിന്തിപ്പിച്ച ഭാഗം. അപ്പോൾ ഈ രോഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് മനസ്സാകണം. എപ്പോഴും രോഗചികിത്സയിൽ നമുക്ക് മനസ്സാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ആ രോഗിക്ക് വേണ്ടി ചികിത്സ ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, എല്ലാ മാസവും കൃത്യമായിട്ട് വന്നു. 1.5 വർഷത്തോളം ഞാൻ ഈ രോഗിയെ ചികിത്സിച്ചിട്ടുണ്ട്. 1.5 വർഷം കഴിഞ്ഞപ്പം ഈ രോഗിക്ക് പീരീഡ്സ് വന്നു. വേറൊരു മെഡിസിൻ ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ല. പിന്നെ അവസാന സമയത്ത് കൊടുത്ത് ഹിങ്കോജായ ചൂർണ്ണമാണ്. പീരീഡ്സ് വന്നു. അതിനുശേഷം വീണ്ടും അടുത്ത മാസം കൃത്യമായിട്ട് പീരീഡ്സ് വരുമ്പോൾ കാണാനായിട്ട് പറഞ്ഞു വിട്ടു. പ്രിയപ്പെട്ടവർ, അടുത്ത മാസം 30 ദിവസം കഴിഞ്ഞു. ഒരു 35 ദിവസം ആയിക്കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ വന്നു, സാറേ, പീരീഡ്സ് വന്നില്ല, ഇനി എന്നെ കൊണ്ടാവില്ല, എൻ്റെ ഭർത്താവിന് ബുദ്ധിമുട്ടിക്കാൻ ഞാനില്ല, അതുകൊണ്ട് ഞാൻ ഈ ചികിത്സ നിർത്തുകയാണ്. ഞാൻ അന്നേരം പറഞ്ഞു, ഷാജിദ, പോയി ഒന്ന് യൂറിനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വാ. യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ടിട്ടു. സ്ത്രീപ്പെട്ടവരെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ എൻ്റെ മുമ്പിൽ വന്നു, സാർ, ഞാൻ ഗർഭിണിയാണ്. അപ്പം അത്രയും സംഭവങ്ങൾ പ്രിയപ്പെട്ടവരെ ആയുർവേദത്തിലേക്ക് നടക്കുമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇന്ന് കാണുന്ന എല്ലാ ഡിസീസുകളും ചികിത്സിക്കാൻ പറ്റില്ല? ഒരു ഡീജനറേഷൻ പോലും മാറ്റാൻ പറ്റുന്ന യോഗങ്ങൾ ആയുർവേദത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ
നമുക്ക് ഇന്ന് കാണുന്ന എല്ലാ ഡിസീസുകളും നമ്മുടെ കൈകളിൽ തീർച്ചയായിട്ടും സുഖമാക്കാൻ നമുക്ക് സാധിക്കില്ലേ? അങ്ങനെയാണ് ഇൻഫെർട്ടിലിറ്റിയുടെ മുഴുവൻ ചികിത്സകളും ആയുർവേദത്തിലേക്ക് ഞാൻ ഭാഗ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ അനേകം തരത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ട അനേകം രോഗികളുണ്ട്. കാരണം സ്ത്രീകൾ എപ്പോഴും ഒരു ദുർബല കഥാപാത്രങ്ങളാണ് എന്ന് വെച്ചിരിക്കുന്ന എല്ലാവരും സന്തോഷിക്കൊന്നും വേണ്ട. ദുർബല കഥാപാത്രമാണ് എങ്കിലും ജീവൻ്റെ കൂട്ടവകാശി എന്നുള്ള കാര്യം മറന്നു പോരുത്. ഒരു ജീവൻ്റെ കൂട്ടവകാശം കിട്ടണമെങ്കിൽ എപ്പോഴും അത് പുരുഷനിൽ കൂടി മാത്രമേ സംജാതമാകുള്ളൂ. അതാണ് നമുക്ക് തന്നിരിക്കുന്ന XY ക്രോമസോം. സ്ത്രീ ബലഹീന പാത്രം, പക്ഷേ ജീവൻ്റെ കൂട്ടവകാശി. മുസ്ലിം സമുദായത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഗിയാസും വിജിമയെല്ലാം വളരെ വ്യക്തമായിട്ട് കുടുംബ ചരിത്രങ്ങൾ, കുടുംബ ഭാഗങ്ങളെല്ലാം നോക്കേണ്ട ഗിയാസും വിജിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബൈബിളിലാണ് ഈ പറഞ്ഞിരിക്കുന്നു, സ്ത്രീ ബലഹീന പാത്രം, പക്ഷേ ജീവൻ്റെ കൂട്ടവകാശി. ഹിന്ദു പുരാണത്തിലാണെങ്കിൽ നമുക്ക് വായിക്കാം, ശുശ്രൂഷത്ത് ഗുരുൻ കുരുപ്രേസകൃത്യം സവഗ്നീജനെ ഭർത്തൃ വിപ്രകൃതാവിരോഷണതയാ മാസ്മപ്രദീപംഗമ. ഇങ്ങനെയുള്ള സന്ദേശങ്ങളെല്ലാം നമുക്ക് നൽകുന്നു. ഈ സന്ദേശങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ കപ്പിൾസിന് കൊടുത്തേ മതിയാവും. അപ്പോൾ ഒരു സെപ്പറേറ്റ് കൗൺസിലിങ്. പലപ്പോഴും നമുക്ക് കാണാം ഫ്രിജിഡിറ്റി. ഏറ്റവും അവസാനമായിട്ട് പറയാൻ പോകുന്ന ഒരു വലിയ ഭാഗമാണ് ഫ്രിജിഡിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്രിജിഡിറ്റി. അതിൻ്റെ 1-ാം നമ്പർ ശത്രു ഞാനീ പറയുന്നതാണ്. തക്ക സമയത്ത് ബന്ധപ്പെടാൻ പറ്റാതെ, അല്ലാത്ത സമയങ്ങളിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഓവുലേഷൻ്റെ ആ സമയമാകുമ്പം രാവിലെ മുതൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയായി. ഒരു 90% രോഗികളിൽ നമുക്ക് ഈ പ്രവണത കാണാം. ഈ ശത്രുതാ മനോഭാവം ഒരു ദിവസത്തേക്ക് മാത്രമേ ആയിക്കോളൂ. അതാണ് രസം. പിന്നെ കുഴപ്പമില്ല. സമയം കഴിഞ്ഞു, പിന്നെ ആർക്കും ഒരു വിഷയവുമില്ല. ഈ ശത്രുതാ മനോഭാവം പിന്നെ ഇൻഫെർട്ടിലിറ്റി ഇല്ലല്ലോ. പക്ഷെ ആ ഒരു ദിവസം പ്രശ്നമാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ആ ദിവസം നിങ്ങൾ പ്രത്യേകം പറയുക, ഇത് രണ്ടുപേരുടെയും കുഴപ്പമല്ല, നിങ്ങൾ അവരെ മനസ്സിലാക്കുക. ഇതിന് തടസ്സമാകുന്ന ഒരു വലിയ പ്രതിഭാസം നമ്മൾ കാണാത്ത ചില അവസ്ഥാവിശേഷങ്ങളുണ്ട്. ഫ്രിജിഡിറ്റിക്കുള്ള കാര്യം ഗർഭബീജദോഷത നൃദ്വേഷിണി. അതായത് ഒരു കുഞ്ഞിനെ രൂപം കൊള്ളുന്ന സമയത്ത് നൃദ്വേഷിണി, അതായത് ഗർഭബീജദോഷങ്ങളുണ്ടാകുന്ന നൃദ്വേഷം. ഈ ഫ്രിജിഡിറ്റി മെയിൽ ആൻഡ് ഫീമെയിലിൽ കാണാം. ഇത് നമുക്ക് ഫസ്റ്റ് ഈ കൗൺസിലിംഗ് കൊടുക്കുക. സെക്കൻഡ് ഇത് മാറ്റാനായിട്ട് നമ്മുടെ ആയുർവേദത്തിൽ മെഡിസിൻസ് ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാൻ കടന്നു വരുന്നത് നമുക്ക് രാസന സപ്തകം കഷായത്തിലേക്കാണ്. മെയിൽ ആൻഡ് ഫീമെയിലിൽ നമുക്ക് ഈ രോഗികൾ കൊടുക്കാവുന്ന വലിയൊരു യോഗമാണ് രാസന സപ്തകം കഷായം. രാസനാമൃത ആരോഗ്യത ദേവദാരു ത്രൈകണ്ഠകേരണ്ട പുനർനിവാനം ക്വാദം, ബാക്കി പറ, നാഗരചൂർണമിശ്രം ജംഗ ഊരു തൃക പൃഷ്ഠ പാർശ്വചൂലി. ജംഗൂരു പൃഷ്ഠ തൃക പാർശ്വചൂലി. ഇൻഫെർട്ടിലിറ്റിയിൽ ഫ്രിജിഡിറ്റി മാറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു യോഗം ഇതാണെങ്കിൽ തന്നെയും അതിൻ്റെ റീസൺസ് നമ്മളെപ്പോഴും ഹൈപ്പർ കൊളസ്ട്രീമിയ പോലുള്ള ഭാഗങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് ഈ രാസന സപ്തകം കഷായം 2 പേരിലും കൊടുക്കുകയാണെങ്കിൽ, അതിന് മുമ്പ് കൊടുക്കുന്ന ഈ കൗൺസിലിംഗ് കൂടെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫ്രിജിഡിറ്റി നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതാണ്. ഭാഗത്തുകൂടി ഞാൻ ഇപ്പോഴേ തന്നെ ഇത് ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാണ്. ബാക്കി ക്ലാസ്സുകൾ കൊണ്ട് നിങ്ങൾ അനുഗ്രഹീതരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളും ഈ ഒരു സബ്ജക്റ്റിൽ എല്ലാവരും മുൻകൈയിട്ട് നിൽക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. സ്നേഹമാനത്തെക്കുറിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്നേഹത്തിൻ്റെ ക്ഷയം കൊണ്ടുണ്ടാകുന്ന രൂക്ഷ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയുന്ന ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ആദ്യ ഭാഗങ്ങളിൽ ഓവുലേഷൻ വരെയുള്ള പീരീഡ്സിൽ നമുക്ക് ഏതെങ്കിലും സ്നേഹപാനം നമുക്ക് കൊടുക്കാവുന്നതാണ്, വിരോധമില്ല. വന്ധ്യതാ ചികിത്സയിൽ പഞ്ചകർമ്മങ്ങളുടെ ചികിത്സ ഞാൻ ആദ്യമേ പറഞ്ഞു. ഏറ്റവും പായൽ ബലാതയിലും മിശ്രകം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പഞ്ചകർമ്മ ചികിത്സയിൽ അവിടെ ഏറ്റവും ശ്രേഷ്ഠം വിരേചനമാണ്. എപ്പോഴും ഇവിടെ ഏറ്റവും പഞ്ചകർമ്മ ചികിത്സയിൽ ഏറ്റവും അനുയോജ്യം എപ്പോഴും ഓവുലേഷൻ സമയത്ത്, ഇപ്പോൾ ട്യൂബൽ ബ്ലോക്കൊക്കെ ആണെങ്കിൽ ഓവുലേഷൻ സമയത്ത് കൊടുക്കുന്ന വിരേചനമാണ് ശ്രേഷ്ഠം. അല്ലാതെ സ്വേദനങ്ങൾ എപ്പോഴും നല്ലതാണ്, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠം എപ്പോഴും വിരേചനമാണ്. എറക്റ്റീവ് ഡിസ്ഫങ്ഷനിൽ ഫ്രിജിഡിറ്റി ഞാൻ പറഞ്ഞു. ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ
എപ്പോഴും നല്ല രാസനാസപ്തകം കഷായത്തിൽ വലിയ പ്രസക്തിയാണ് രാസനാസപ്തകം കഷായത്തിൽ എറക്ടൈൽ ഡിസ്ഫങ്ഷനിൽ വേഗം മാറിക്കിട്ടും. അതുപോലെ തന്നെ ഹിങ്കോജാതി ചൂർണം എറക്ടൈൽ ഡിസ്ഫങ്ഷനിൽ ഏറ്റവും അനുയോജ്യമാണ്. ഒരേ സമയം നമുക്ക് ഷുഗർ ലെവൽ കുറയ്ക്കാൻ സഹായിക്കും, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ മാറ്റാനും സഹായിക്കും. A patient with 38 years, 7 years after marriage, low follicle growth at the time of ovulation, follicle size is 30 mm and endometrium thickness is below 3 mm. ഇതിൻ്റെ അടുത്ത് വന്നൊരു സജഷൻ. ഇത് ഞാൻ നേരത്തെ ക്ലാസ്സിലെടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഇത് നമുക്ക് PCOS വന്നൊരു സ്ഥിതിവിശേഷമാണ്. സപ്തസാരം കഷായത്തിൽ ധാരാളം ഞാൻ പറഞ്ഞ കൃത ഗുളഗണ പടുഗാജിയോഗ്ദാർഹ ഏതെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഫോളിക്കിൾസ് റപ്ചർ ആകാൻ വേണ്ടി നമുക്ക് ഹിങ്കോജാതി ചൂർണം അറ്റ് ദ ടൈം ഓഫ് ഓവുലേഷൻ നമുക്ക് റെക്കമെൻഡ് ചെയ്യാവുന്നതുമാണ്. ഈ പേഷ്യൻറ്റിൽ ഇപ്പോൾ പറഞ്ഞ പേഷ്യൻറ്റിൽ മറ്റൊരു പ്രകാരത്തിൽ നമുക്ക് ചികിത്സിക്കാം. വെറുതെ ദശമൂലാഷ്ടം പിപ്പല്യാസത്തിൽ വൈശ്വാൻ്റെ ചൂർണം ചേർത്ത് കൊടുത്താലും ഇത് രണ്ടവസ്ഥയും വേഗം തന്നെ വേണമെങ്കിൽ പരിഹരിച്ചെടുക്കാം. ഇത് നിങ്ങളുടെ യുക്തിക്ക് അനുസൃതമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. വെറുതെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കൺസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദശമൂലാഷ്ടം പിപ്പല്യാസവും വൈശ്വാനം എവിടെയെല്ലാം സ്റ്റിമുലേഷൻ ആവശ്യമുണ്ടോ അവിടെയെല്ലാം നമുക്ക് വൈശ്വാൻ്റെ ചൂർണം ഏറ്റവും ശ്രേഷ്ഠമാണ്. എവിടെയെല്ലാം ഇപ്പം ലിവർ ഡിസീസിൽ, ക്രോണിക് ലിവർ ഡിസീസിൽ, റീനൽ ഫെയിലിയറിൽ ഇതെല്ലാം വൈശ്വാന ചൂർണം ശ്രേഷ്ഠമാകുന്ന പോലെ എവിടെയും നമുക്ക് സ്റ്റിമുലേഷന് വേണ്ടി ഓവറിക്ക് സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വൈശ്വാൻ്റെ ചൂർണം ദശമൂലാഷ്ടം പിപ്പല്യാസം യൂട്ടിലൈസ് ചെയ്താൽ വേഗം തന്നെ കൺസീവ് ചെയ്യാൻ സഹായിക്കും. രണ്ടും ഒരുപോലെ വളരും. എൻഡോമെട്രിയോസിസിൻ്റെ ഒരു സംശയം ചോദിച്ചാൽ എൻഡോമെട്രിയോസിസ് ഞാൻ പറഞ്ഞു. എൻഡോമെട്രിയോസിസും നമുക്ക് ഒവേറിയൻ ഡിസ്ഫങ്ഷനും ഒന്നിച്ചെടുത്ത ക്ലാസ്സാണ്. എപ്പോഴും സപ്തസാരം കഷായമാണ് അവിടെ ഏറ്റവും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതിലെപ്പോഴും അനുപാനമായിട്ട് ഗുളകണ്ഠപടും ഗാജിയുക്തോദാർഹത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബലാധീനം ചേർത്ത് കൊടുത്താലും ഏറ്റവും ശ്രേഷ്ഠമാണ്. എൻഡോമെട്രിയോസിസ് മാറാത്ത ആരെയും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഹൈപ്പർ കൊളസ്ട്രീമിയ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ ഹൈപ്പർ കൊളസ്ട്രീമിയ ലിപ്പിഡ് പ്രൊഫൈൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിംബാമൃതാസുമെല്ലാം അല്ലെങ്കിൽ വ്യോഷാദിപടവും റെക്കമെൻഡ് ചെയ്യേണ്ടതായിട്ട് വരാം. അസ്ഥിയിൽ ഉപയോഗിക്കുന്ന അളവും ഞാൻ പറഞ്ഞു 5 ml കൂടുതൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അത് മറ്റേ പെരിട്ടോണിയൽ ക്യാവിറ്റിയിലേക്ക് പോയേക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് 5 ml ഏറ്റവും നല്ലത് സഹചരാസേവ്യമാണ്. അതിൽ നമ്മൾ അനുവർത്തിക്കേണ്ടത് വിളംബികയുടെ ചികിത്സയാണെന്നും ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ ട്യൂബ് ബ്ലോക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും ഒരു വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ കോളേജിലാണെങ്കിലും നമുക്കൊരു നല്ല സർജിക്കൽ തിയേറ്ററില്ല. ഒരു തിയേറ്ററിൻ്റെ അഭാവം ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ നമുക്ക് ചെയ്തു തരേണ്ടതാണ്. ഡിപ്പാർട്ട്മെൻറ്റും കോളേജും എല്ലാം ചെയ്തു തരേണ്ടതാണ്. നിർഭാഗ്യവശാലും നല്ലൊരു തിയേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉത്തരവസ്ഥ ചെയ്യാവൂ. ഇത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെറിയ ചുറ്റുപാടുകൾ വെച്ചുകൊണ്ട് ഉത്തരവസ്ഥ ചെയ്യുകയും അതുപോലെ തന്നെ കൺസീവ് ചെയ്യുകയും ചെയ്യുക കേസാണ്. പക്ഷേ ഒരു നല്ല സർജിക്കൽ തിയേറ്റർ ഇല്ലാത്തതുകൊണ്ട് മറ്റേ നല്ല ലേഡി ഡോക്ടേഴ്സ് പരിചയമില്ലാത്ത ലേഡി ഡോക്ടേഴ്സ് ഇല്ല. അഭാവം കൊണ്ട് ഞാനത് ചെയ്തില്ല. കൂടെ വന്ന് 2 ഡോക്ടേഴ്സ് കൂടുതൽ എന്നോടൊപ്പം നിന്നതുകൊണ്ട് കൂടുതൽ കാലം നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ മറ്റേ പഞ്ചകർമ്മ MD കഴിഞ്ഞ വ്യക്തികൾ ഇതിനകത്ത് കൂടുതൽ പ്രാവീണ്യം നേടിയവരെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ എപ്പോഴും നന്നായിരിക്കും. പക്ഷേ എടുക്കേണ്ട തൈലം സഹചരാദിയാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും അത് മാറിക്കിട്ടും. യാതൊരു സംശയമില്ല. ട്യൂബ് ബ്ലോക്ക് 100% നമുക്ക് മാറ്റിയെടുക്കാൻ ആയുർവേദത്തിലൂടെ സാധിക്കും.